ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ കാര്യം പറയിച്ചതും രാഷ്ട്രീയമാണ്. അതിൽ യഥാർത്ഥത്തിൽ ഏതാണ്ട് ഒരു 30 നിയോജക മണ്ഡലത്തിലെങ്കിലും കേരളത്തിൽ തമിഴർക്ക് 5000 വോട്ട് എങ്കിലുമുള്ള ഒരു 30 നിയോജക മണ്ഡലം കേരളത്തിലുണ്ട്. മലയാളികളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് 999 വർഷത്തെ കരാറെന്നാണല്ലോ. പക്ഷെ 999 അല്ല, 999 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്നുള്ളത് കേരളം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഈ 53-58 കാലം വരെ മുല്ലപ്പെരിയാർ ഡാമിലെ 50% വെള്ളം തമിഴ്നാട് രാമനാഥപുരത്ത് ബംഗാൾ ഉൾക്കടലിൽ പാഴാക്കി കളയുകയായിരുന്നു. ഇവർ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ ഏറ്റെടുക്കാൻ വന്നപ്പം രാജാവ് പറഞ്ഞു, തിരുവിതാംകൂർ എൻ്റേതല്ല, അത് ശ്രീപത്മനാഭൻ്റെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോഴവർക്കൊരു സിമ്പതി തോന്നി. ഇത് രാജാവിൻ്റേതല്ലെന്ന് പറയുക എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിന് ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളൊരാശങ്കയുണ്ട്. വെള്ളപ്പൊക്കത്തിൽ 60-ലെ വെള്ളപ്പൊക്കത്തിൽ, 43-ലെ വെള്ളപ്പൊക്കത്തിലും ഒക്കെ ചില ഇന്ദിരാഗാന്ധിയുടെ ഒരു ഫോൺ കോളായിരിക്കും നിരുപാധികം മുല്ലപ്പെരിയാർ കരാർ പുതുക്കി നൽകാൻ ഇടയാക്കിയത് എന്ന് വേണം കരുതാൻ. മറ്റ് യാതൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളും നമ്മളവിടെ കാണുന്നില്ല. ബുദ്ധിപരമായി ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ പാട്ടക്കരാറാണ്. കേരളം ഒരു കോടതിയിലും ജയിക്കില്ലാത്ത രീതിയിലുള്ള കോടതി ഭാഷയിൽ എഴുതി തയ്യാറാക്കിയ പാട്ടക്കരാറാണിത്. ഇവിടെ ഒരു കാരണവശാലും ഈ ഡാം നിറയാൻ അവർ അനുവദിക്കത്തില്ല. ആകെ അവർക്കൊരബദ്ധം പറ്റിയത് 2018-ലെ വെള്ളപ്പൊക്കത്തിനാണ്. അന്ന് അവരുടെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. 142 അടി ഇപ്പം കോടതി അനുവദിച്ചിരിക്കുന്നത്, 144 അടിയായി പോയി. അതാണ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വെള്ളം തുറന്നു വിട്ടത്. നമസ്കാരം. മറുനാടിൻ്റെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട്ടിൽ വെച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയുമായി കൂടിക്കാഴ്ച നടത്തി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ ഭാഗമായായിരുന്നു ചർച്ച. മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാടിനോട് നിങ്ങൾ എവിടെ വേണമെങ്കിലും ഡാം പണിതോളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്നാണ്. ഞങ്ങൾ മുഴുവൻ പണവും മുടക്കാം. അതാണോ നമ്മുടെ പരിഹാരം? കേരളത്തിൻ്റെ സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യമെങ്കിലും ഈ സുരക്ഷയുടെ വഴി എന്താണ്? തമിഴ്നാട് ഇതിനോട് അനുകൂലിക്കാത്ത സ്ഥിതിക്ക് എന്താണ് പരിഹാരം? യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൻ്റെ ആഴമെന്താണ്? വിശദമായൊരു ചർച്ചയിലേക്ക് കടക്കുകയാണ്. മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം നന്നായി അറിയാവുന്ന മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുടെ മുൻ ചെയർമാൻ കൂടിയായ പ്രൊഫസർ CP റോയിയാണ് നമ്മുടെ അതിഥി. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ന് കേരളം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ, ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം എന്ത് എന്ന് വ്യക്തമാക്കുന്നു. നമുക്ക് അദ്ദേഹവുമായുള്ള സംഭാഷണത്തിലേക്ക് കിടക്കാം. നമസ്കാരം സാർ. ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാൽ മതി. മുല്ലപ്പെരിയാറിൻ്റെ ഒരു പശ്ചാത്തലം, അതായത് ഡാം എവിടെയാണ്, തമിഴ്നാടിൻ്റെ ഭൂമി, കേരളത്തിൻ്റെ ഭൂമി, തമിഴ്നാടിൻ്റെ ഭൂമി, മുല്ലയാറ്, മുല്ലപ്പെരിയാർ, അത്തരത്തിൽ അതിലൊരു ഭൂമിശാസ്ത്രം, അതൊന്ന് പറയാമോ? മുല്ലപ്പെരിയാർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പശ്ചിമ മലനിരകളിലെ കിഴക്കോട്ട് ചായ്വുള്ള പ്രദേശത്താണ് മുല്ലപ്പെരിയാർ ഡാമും പരിസരവും. കിഴക്കോട്ട് നമ്മുടെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് ചായ്വുള്ള. അപ്പം അവിടെ നിന്ന് ചൊക്കൻപട്ടി മലനിരകളിൽ നിന്നാണ് മുല്ലയാർ ഉത്ഭവിക്കുന്നത്. ഈ ചൊക്കൻപട്ടി നമ്മുടെ നാട്ടിലാണ്? നമ്മുടെ കേരളത്തിൽ തന്നെ. ശിവഗിരി കുന്നിൽ നിന്നാണ് മുല്ലയാറും പെരിയാറും ആ ഒരേ ദിശയിൽ അടുത്തടുത്താണ്. ആ ഒരേ ദിശയിൽ നിന്നൊഴുകി താഴോട്ട് വന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു 3 കിലോമീറ്റർ പുറകിൽ നിന്ന് വന്നിട്ട് ഞാൻ ഒന്ന് ക്ലാരിറ്റി കൊണ്ട് ചോദിച്ചോട്ടെ. നമുക്കിപ്പോൾ അവിടെ അറിയാവുന്നത് കുമളിയാണ് ഒരു അതിർത്തി, പിന്നെ മൂന്നാറാണ് അല്ലേ നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത്. അതെ, അങ്ങനെ വെച്ചപ്പോൾ കുമളിയല്ലേ നമുക്ക്, കുമളിയും വണ്ടിപ്പെരിയാറും ഒക്കെ അല്ലേ നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലം. അതെ. ഇത് എങ്ങനെ ഈ കുമളിയിൽ നിന്ന് എങ്ങോട്ടാണ് ഈ മുല്ലപ്പെരിയാർ? ശരിക്കും കുമളിയിൽ നിന്ന് നമ്മൾ തേക്കടി ചെക്ക് പോസ്റ്റിൽ വന്ന് ടിക്കറ്റ് എടുത്ത് ആണ് നമ്മൾ മുല്ലപ്പെരിയാറിലേക്ക് പോകുന്നത്. തേക്കടിയിൽ നിന്ന് ഏതാണ്ട് തെക്കോട്ടാണ് നമ്മൾ, ദിശ പറഞ്ഞാൽ തെക്കോട്ടാണ് നമ്മൾ വനത്തിനകത്ത്. പറഞ്ഞുതരാം, അതായത് തേക്കടിക്കകത്തോട്ട് കയറണോ? അതായത് നമ്മൾ ശരിക്കും കുമളി ടൗണിൽ ചെല്ലുന്നു. അതെ. കുമളിയിൽ നിന്ന് തേക്കടിയിലോട്ട് പോകാൻ ഒരു 4 കിലോമീറ്റർ ഉണ്ട്. അറിയാം.
ആ ചെക്ക് പോസ്റ്റ് അകത്താണ് കാടും പിന്നെ നമ്മൾ ബോട്ടിങ്ങും ഒക്കെ. ആ വനത്തിനകത്തൂടെ നമ്മൾ ഈ അകത്ത് തന്നെ കയറണം. ഈ തേക്കടി ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറുന്ന വനമാണ്. ആ വനത്തിൽ കൂടെ ഒരു 4 കിലോമീറ്റർ നമുക്കൊരു ചെക്ക് പോസ്റ്റ് 4 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴോ സഞ്ചരിച്ച് കഴിയുമ്പോഴോ ആണ് തേക്കടി ബോട്ട് ചെയ്തിട്ട് അവിടെ ചെന്നിട്ടാണോ പോകുന്നത്? ബോട്ട് ലാൻഡിങ് ചെല്ലും നമ്മൾ. ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് പിന്നെ നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ പറ്റില്ല, അപ്പുറം ഇപ്പുറം വനമാണ്. അങ്ങനെ നമുക്ക് കയറാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ ചെല്ലുന്ന അവിടെ ഒരു മറ്റേ ഒരു സർക്കാരിന്റെ ഒരു ഗസ്റ്റ് ഹൗസും താമസ സ്ഥലവും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അവിടെ ചെന്ന് ബോട്ട് കയറും. അവിടെ വരെ ചെല്ലണം മുല്ലപ്പെരിയാർ പോകണമെങ്കിൽ. ഇപ്പോൾ പൊതുവേ നമ്മുടെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് കാണുന്നതാണ് മുല്ലപ്പെരിയാർ നദി എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും അത് മുല്ലപ്പെരിയാർ നദി അല്ല. അത് അവിടുന്ന് 15 കിലോമീറ്റർ താഴെ ഡാം കെട്ടി വെള്ളം നിറച്ച് ഡാമിലെ വെള്ളം ഉയർന്നു വന്ന് കിടക്കുന്നതാണ് ബോട്ട് ലാൻഡിങ്ങിൽ നമ്മൾ കാണുന്ന വെള്ളം. ശരിക്കും മുല്ലയാറും പെരിയാറും അവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ നമ്മൾ ബോട്ടിൽ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പം ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ ഒരു 5 കിലോമീറ്ററൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് മുല്ലയാറും പെരിയാറും കൂടെ സംഗമിക്കുന്ന മുല്ലക്കുടി ചെല്ലുന്നത്. അതായത് നമ്മളിവിടുന്ന് ഈ തേക്കടി ബോട്ട് യാത്ര പോകുമല്ലോ, അതെ, ആ വഴി തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അതെ, ആ വഴിയെ മുമ്പോട്ട് പിന്നെയും പോകണം. അങ്ങനെ കുറേ കഴിയുമ്പോഴാണ് നമ്മൾ നമ്മൾ കുറേ സഞ്ചരിച്ച് കഴിയുമ്പം ഒരു 3 കിലോമീറ്റർ ഒരു 2 കിലോമീറ്റർ അടുത്ത് വരെ നമ്മളെ ബോട്ടെ കൊണ്ടുപോകത്തുള്ളൂ. പണ്ട് നമ്മളെ എല്ലാം മുല്ലപ്പെരിയാർ ഡാമിൽ ഇറക്കുമായിരുന്നു. 79-ന് ശേഷം പിന്നെ നമ്മളെ അവിടെ കയറ്റാതായി. 79 വരെ നമുക്കെല്ലാവർക്കും പോയി മുല്ലപ്പെരിയാർ ഡാമിൽ കയറുകയും കാണുകയും ഒക്കെ ചെയ്യാമായിരുന്നു. 79-ന് ശേഷം നമ്മളെ അവിടെ കയറാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ബോട്ടിൽ ചെന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറം വരെ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. ആ 2 കിലോമീറ്റർ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഇടത്തോട്ട് ഒരു 5 കിലോമീറ്റർ കിലോമീറ്റർ ആകുമ്പോൾ അവിടെ അപ്പോൾ വലിയ വീതിയുള്ള റിസർവോയറായി. അപ്പോൾ അവിടെ തടയാൻ ആളുണ്ടോ? അവിടെ തടയാനല്ല, ബോട്ടുകാർക്ക് അതിനപ്പുറത്തോട്ട് പോകാൻ നിയമമില്ല. ഡ്രൈവർമാരെന്നൊക്കെ പറയുന്നത് മാത്രമല്ല, സ്വകാര്യ ബോട്ടുകളില്ല അവിടെ. എല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ടുകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ടുകളേ ഉള്ളൂ. അവർക്ക് കറക്റ്റ് നിർദ്ദേശം. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ ഈ യാത്ര? അതായത് നമുക്കൊരു 13 കിലോമീറ്റർ വരെ ഇതിനകത്തൂടെ നമുക്ക് അങ്ങോട്ട് പോകാം. സാധാരണ തേക്കടി ബോട്ട് യാത്ര എത്ര കിലോമീറ്റർ കാണും? സാധാരണ നമ്മൾ തേക്കടി ടൂറിസ്റ്റ് യാത്ര 12 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അല്ല, അപ്പം നമ്മൾ ഏകദേശം ഡാമിൻ്റെ 2-3 കിലോമീറ്റർ ഇപ്പുറം വരെ നമ്മൾ യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകളും പോകുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മളെ കാണിക്കുകയാണ് ഈ ബോട്ട് ഡ്രൈവർമാരും ആ ബോട്ടിലെ ജീവനക്കാർ. അത് ആ മുല്ലപ്പെരിയാർ ഡാം കണ്ടോ, ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാണിച്ച് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് മുല്ലപ്പെരിയാർ ഡാം ഈ റിസർവോയറിനകത്ത് നിന്ന് നമുക്ക് കാണാം. ആണോ? ഞങ്ങളൊക്കെ പോയിട്ട് പക്ഷേ അവിടെ വരെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവരിങ്ങനെ കുറച്ചുകൂടെ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ളൂ. അല്ല, നമ്മളെ എല്ലാ ടൂറിസ്റ്റുകളെയും ഡാം വരെ കൊണ്ട് കാണിക്കും. അപ്പോൾ അവിടുന്ന് ഒരു ഇടവഴി പോലെ കിടന്ന് കിടക്കുന്ന വെള്ളം, അതായത് പല സ്ഥലത്തേക്ക് ഇങ്ങനെ വഴികളുണ്ടല്ലോ, വിരിഞ്ഞ് കിടക്കുകയാണ്. അതിൽ പിന്നെ നമ്മൾ തിരിഞ്ഞു പോകണം ലെഫ്റ്റിലേക്ക്. അതൊരു 5 കിലോമീറ്ററോടെ നമ്മൾ ലെഫ്റ്റിലോട്ട് ചെല്ലുമ്പം അവിടെയാണ് മുല്ലയാറും പെരിയാറും കൂടെ വന്ന് സംഗമിക്കുന്നത്. അവിടെ നിന്ന് ഈ 5 കിലോമീറ്ററുടെ ഒഴികെയാണ് ഈ ആറ് വന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം നിറയുന്നത്. അപ്പോഴത്തേക്കും ഡാമിൻ്റെ ഇത് മാറി ആറായി മാറും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും എവിടെ നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് പോയാൽ ആറായിട്ട് മാറും. 5 കിലോമീറ്ററും കഴിഞ്ഞേ അത് ആറായി മാറത്തുള്ളൂ. അതിനുശേഷം സംഗമിച്ച് കഴിഞ്ഞാൽ അതൊരു ഈ റിസർവോയറിൻ്റെ ഭാഗമായി തന്നെ. ഇനി വലിയ വേനയ്ക്ക് ഒരു പക്ഷേ നമ്മൾ പോയാൽ കുറച്ചുകൂടി ഇങ്ങോട്ട് വഴി മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോയാൽ. അതോ തമിഴ്നാടിന് വേറെ വഴിയുണ്ട്? അതായത് മുല്ലപ്പെരിയാർ ഡാമിലെത്തണമെങ്കിൽ 2 മാർഗമേ ഉള്ളൂ. അതിലൊന്ന് റിസർവോയറിനകത്തൂടെ ബോട്ടയിൽ അങ്ങോട്ട് ചെല്ലും. നമ്മൾ പറയുന്നത് തേക്കടിയിൽ നിന്ന് പോകണം. മറ്റൊന്ന് നമ്മുടെ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഡാമിൻ്റെ പുറകിൽ ഡൗൺ സ്ട്രീമിൽ വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ നിന്ന് നമുക്ക് നേരെ ഡാമിൽ ജീപ്പേൽ വരാം. ജീപ്പേ വന്ന് ഡാമിൽ ഇറങ്ങാം. പക്ഷേ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതിയോടെ വരത്തുള്ളൂ. മാത്രമല്ല അവർ തോക്കുമൊക്കെ ആയിട്ട് നമ്മളെ അക്കമ്പനി ചെയ്തേ വിടത്തുള്ളൂ. ഫോറസ്റ്റ് ആയതുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് വേണമെങ്കിൽ അവിടെ ഇറക്കും. ഡാമിൻ്റെ അവിടെ പരിസരത്ത് ഇറക്കും. അങ്ങനെ ഈ 2 മാർഗ്ഗമേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാമിലെത്താൻ. വേറെ തേക്കടി എന്ന് പറയുന്നത് ഈ റിസർവയറിൻ്റെ ഒരു ഏരിയ ആണല്ലോ. അതുപോലെ തേക്കടി പോലുള്ള ഏരിയകൾ വേറെയും കാണത്തില്ലേ? നമുക്ക് ഇപ്പം തേക്കടി ഇപ്പം നമ്മൾ ചെല്ലുമ്പം റിസർവയറിൻ്റെ ഒരു കരയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതെ, ഇതുപോലുള്ള മറ്റേതെങ്കിലും മനുഷ്യ പോകാവുന്ന ഒരു സ്ഥലമില്ല. ആകെ നമുക്ക് പോകാവുന്നത് പണ്ടത്തെ രാജാക്കന്മാർ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴുമ്പം അവർ വേനൽക്കാല വസതി ഒരുക്കുമായിരുന്നു. അത് ഇടപ്പാളയം കൊട്ടാരം എന്നാണ് പറഞ്ഞിരുന്നത്.
പിന്നീട് ഈ എടപ്പാളയം കൊട്ടാരം ITDC എടുത്തു. അതെ KTDCയുടെ അവർ അത് പിന്നീട് വനത്തിനകത്തെ ടീ ഐലൻഡിലേക്ക് മാറ്റി സ്ഥാപിച്ചു രാജാവിന് വേണ്ടി 5 മുറികളുണ്ട്. ഇപ്പം നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി അവർ നമ്മളെ ബോട്ടെ കൊണ്ട് വൈകിട്ട് അവിടെ വിടും. ഒരു രാത്രി മുഴുവൻ നമുക്ക് അവിടെ ചിലവഴിക്കാം. ട്രെഞ്ച് കുഴിച്ചിട്ടുണ്ട് ചുറ്റിനും, അതുകൊണ്ട് ആനയോ മറ്റു മൃഗങ്ങളെ ശല്യമൊന്നുമില്ല. ഒരു രാത്രി മുഴുവൻ KTDCയുടെ ഹോട്ടലാണ് അല്ലേ? ഒരു ഹോട്ടലാണ് ഇപ്പം. ഹോട്ടലില്ല അവിടെ. ഫുഡിനുള്ള സാധനങ്ങൾ പോകുന്ന ആളുകൾ മേടിച്ചു കൊടുത്താൽ അവരൊരു കുക്കിനെയും അങ്ങനെയുള്ളൂ ഒരു കുക്കിനെയും ഉദ്യോഗസ്ഥന്മാരും കൂടെ വന്ന് നമ്മളെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അവർ തിരിച്ചു പോരും. ഈ കുക്ക് നമുക്ക് ഫുഡൊക്കെ പാകം ചെയ്തു തരും. നമ്മളത് കഴിച്ച് അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം അവർ പറയുന്ന ഒരു സമയത്ത് നമുക്ക് തിരിച്ചു പോരാം. അതിന് നല്ല ഫീസും വാങ്ങുന്നുണ്ട്. ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് അവിടെ താമസിക്കാനായിട്ട്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ വരുന്നതും പോകുന്നതും എല്ലാം ഒന്നുകിൽ വള്ളക്കടവ് വഴി അല്ലെങ്കിൽ ബോട്ട് ഇവിടെ ഇറങ്ങിയിട്ടാണ്. വള്ളക്കടവ് വഴി അവർ വരാറേ ഇല്ല. അവർ മുഴുവൻ അവരുടെ ബോട്ടുണ്ട്. 2 തമിഴ്നാട് ബോട്ടുണ്ട്. അവരെല്ലാ കാര്യത്തിനും. കാരണം അവരുടെ ക്വാർട്ടേഴ്സ് ഇപ്പോഴും കുമളി ടൗണിൻ്റെ തൊട്ടടുത്തുണ്ട്. ഈ ചെക്ക് പോസ്റ്റിനോട് ചേർന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഈ ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അവിടെ ഒരു ടണൽ ഫേസ് ഉണ്ടല്ലോ, ആ ടണൽ ഫേസിൻ്റെ അവിടെ തന്നെ അവരുടെ 5-10 ക്വാർട്ടേഴ്സ് ഉണ്ട്. പണ്ടത്തെ സായിപ്പ് പെന്നിക്കുക്കിൻ്റെ ബംഗ്ലാവ് അവിടെ ഉണ്ട് ഇപ്പോഴും. അത് അവരുടെയാ. അത് തമിഴ്നാട് ക്വാർട്ടേഴ്സ് എന്ന് അതിനെ വിളിക്കുന്നത്. കിട്ടിയത് ഇത് കൊടുത്ത കൂട്ടത്തിൽ അതും കൊടുത്തു. അല്ല, ഈ 8000 ഏക്കർ അതാണല്ലോ കരാറ്. അതായത് ഒറിജിനൽ പാട്ടക്കരാറിൽ 8000 ഏക്കർ സ്ഥലം, പിന്നെ ഡാം പണിയാനും ഒക്കെ ആയിട്ടൊരു 100 ഏക്കർ സ്ഥലം, സാധനങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് മറ്റൊരു 100 ഏക്കർ സ്ഥലം, അങ്ങനെ 8100 ഏക്കർ സ്ഥലം ഈ വനഭൂമി അത് തമിഴ്നാടിൻ്റെ കയ്യിൽ തന്നെയാണ്. തമിഴ്നാടിൻ്റെ അതിർത്തിയായിട്ടാണ് അതിനെ അംഗീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പോകുമ്പം കുമളി ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ നടന്നങ്ങോട്ട് പോകുമ്പം BPWD ബ്രിട്ടീഷ് PWDയുടെ ഈ കല്ലുകൾ, അതായത് മൈൽ സ്റ്റോൺ, അതിപ്പോഴും കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അതൊന്നും ഇവരെടുത്ത് കളയുന്ന പോലുമില്ല. തമിഴ്നാട് ഇന്ത്യ സ്വതന്ത്രമായിട്ടൊന്നും ഇതൊന്നും കളയാതെ നശിപ്പിക്കാതെ ഒരു ഹെറിറ്റേജ് സ്റ്റോൺ എന്നുള്ള നില ഇതെല്ലാം അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അപ്പോൾ തേക്കടി അവരുടെ കസ്റ്റഡി വരുമില്ല. തേക്കടി ഈ പാട്ടക്കരാറിൻ്റെ അകത്ത് വരുന്ന സ്ഥലമാണോ? തേക്കടി ഫോറസ്റ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് വനം. പക്ഷേ കരാർ ഇങ്ങനെയാണ്: ഓൾ ദ വാട്ടേഴ്സ് ഓഫ് മുല്ലപ്പെരിയാർ ആൻഡ് ഇറ്റ്സ് കാച്ച്മെൻറ്റ് ബേസിൻ ബിലോങ്സ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. മുഴുവൻ ഈ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് ഈ 8000 ഏക്കർ. ഈ 8000 ഏക്കറിലെ വെള്ളവും മുല്ലപ്പെരിയാർ ഡാമിലെ മുഴുവൻ വെള്ളവും ബ്രിട്ടീഷുകാർക്കാണെന്നാണ് കരാർ. അത് ഓക്കെ. വെള്ളത്തിൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വേണേ അവർക്ക് തടയാൻ പറ്റുമെന്ന് എൻ്റെ ചോദ്യം. നമ്മളിപ്പോൾ തേക്കടി ടൂറിസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ട്. പാട്ടക്കരാർ അനുസരിച്ച് അവരുടെ സ്ഥലമാണെന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ല. ടൂറിസത്തെക്കുറിച്ച് അവർ തടസ്സം പറയുന്നില്ല. തടസ്സം പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈയിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് വലിയ പ്രശ്നമായിരുന്നു. കുമളി ടൗണിൽ അയ്യപ്പന്മാർ വന്ന് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി. സുപ്രീം കോടതിയിലായിരുന്നു അതിൻ്റെയും കേസ്. ഭൂമി അളക്കാൻ സുപ്രീം കോടതി പറഞ്ഞു. ഭൂമി അളന്നപ്പം അവരുടെ പാട്ടഭൂമിയിലല്ല, പാട്ടഭൂമിക്ക് വെളിയിലായിരുന്നു നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട്. അല്ലെങ്കിൽ ആ പാട്ടഭൂമി പോലും നമുക്ക് എടുക്കാൻ അവരനുവദിക്കുന്നില്ല. അവർ വളരെ സ്ട്രിക്റ്റായി തന്നെയും അവരുടെ 8000 ഏക്കറിനകത്ത് നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും 10 സെൻറ്റ് കയ്യേറുന്നുണ്ടോ എന്നുള്ളത് അവർ നിരീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം തന്നെ അത് അവർ സുപ്രീം കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും. ശരി, ഇനി ഇതിൻ്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ അണക്കെട്ട് ഇപ്പം നമ്മൾ ഇടുക്കിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, 2 കുറവൻ മലയുടെയും കുറത്തിമലയുടെ ഇടയ്ക്ക്. എങ്ങനെയാണ് ഈ അണക്കെട്ട് നിർമ്മാണം? മലകളെ ബന്ധിപ്പിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മലകളെ ബന്ധിപ്പിച്ച് തന്നെയാണ്. അതിനകത്ത് ഈ ജോൺ പെന്നിക്കുക്ക് ഈ വെള്ളം ഇറങ്ങി പെരിയാറും മുല്ലപ്പെരിയാറും ഇറങ്ങി വെള്ളം ഇങ്ങോട്ട് വരുന്നു. ഇതായിരുന്നു പെരിയാറായിട്ട് ഇങ്ങോട്ട് വരേണ്ടത്. അതാണ് പെരിയാറ്. പെരിയാർ ചേർന്നിട്ട് പെരിയാറാണ് ഇങ്ങോട്ട് വരുന്ന പെരിയാർ. അതാണോ താഴോട്ട്? അതായത് ഈ തേക്കടി ഡാമിൻ്റെ പുറകിൽ, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പുറകോട്ട് പെരിയാർ നദിയേ ഉള്ളൂ. വണ്ടിപ്പെരിയാർ. ബാക്കി താഴോട്ട് കിടക്കുന്ന എല്ലാം അത് ഇടുക്കിയിലോട്ടാണ് ഒഴുകി വരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ പെരിയാറുണ്ടല്ലോ, അതെ, ആ പെരിയാർ മുല്ലപ്പെരിയാറിന്റെ ഡാമിന് ശേഷം തുടർച്ചയായിട്ടുള്ളതാണോ? അതെ, തീർച്ചയായിട്ടും. അല്ല, അപ്പോൾ അവിടെ വെള്ളം ഒന്നും വലിയ വെള്ളം കാണാൻ ആലുവയിലൊക്കെ അത്രയും വെള്ളം പിന്നെ എങ്ങനെ വരുന്നത്? അവിടെ വെള്ളം അടഞ്ഞു കെട്ടിയിരിക്കുമല്ലോ. നമ്മൾ ഞാൻ പറയാം. അതിൽ നമുക്കൊരു സംശയമുള്ളത്, പെരിയാറിന് 244 കിലോമീറ്റർ ദൂരമാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. ഈ 244 കിലോമീറ്ററിൽ ആ നദി ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് 15 കിലോമീറ്ററേ
നമ്മൾ എടുത്തിട്ടുള്ളൂ, അവർക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ താഴോട്ടുള്ള ഡൗൺ സ്ട്രീമിലുള്ള വള്ളക്കടവ് ഉൾപ്പെടെയുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാറ്, മ്ലാമല, കരിങ്കുളം, ചപ്പാത്ത്, ഉപ്പുതറ, കഞ്ചാറ് എല്ലാം കേരളത്തിൻ്റെ അധീനതയിലാണ്. അതായിക്കോട്ടെ. അതെ, എൻ്റെ ചോദ്യം, ഓക്കെ, ആ അണക്കെട്ട് അവിടെ കെട്ടി ആ വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതെ. അപ്പോൾ പെരിയാറും മുല്ലയാറും ഉത്ഭവിക്കുന്നത് അവിടെ തീരുവാണ്. വെള്ളം കഴിയുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പം ബാക്കി വലിയ പെരിയാറായി രൂപപ്പെടുന്നത് അതിനുശേഷം ഉള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ ചേരുന്നതാ തീർച്ചയായിട്ടും. അതായത് ചിന്നാറുണ്ട്, ഒരുപാട് കൊച്ചു കൊച്ചു വെള്ളിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയുണ്ട്, അതെല്ലാം ഇങ്ങോട്ട് വരികയാണ്. ഇതെല്ലാം അപ്പോൾ ഈ അണക്കെട്ടില്ലായിരുന്നെങ്കിൽ പെരിയാർ ഇതിന്റെ 10 മടങ്ങ് വലുതായിരുന്നില്ലേ? ഇതിന്റെ 10 മടങ്ങെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇടുക്കിയിൽ 70.5 TMC ആണ് ഇടുക്കി ഡാമിന്റെ കപ്പാസിറ്റി. ആ വെള്ളം മുഴുവൻ പെരിയാറ്റിലെ വെള്ളമാണ്. ആ വെള്ളം വരുമ്പോൾ പോലും ഈ വെള്ളം തടഞ്ഞിട്ടും പിന്നെയും വരുവാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ്. അതിന് ഒരുപാട് ചെറിയ നദികൾ ഇതിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ നദി ഇല്ലായിരുന്നെങ്കിൽ ഏകദേശം എല്ലാ വർഷവും ഒരുപക്ഷെ ഇടുക്കി ഡാം കവിഞ്ഞൊഴുകുമായിരുന്നു, അല്ലെ തുറന്നു വിടേണ്ടി വരുമായിരുന്നു. കാരണം ഇടുക്കിയിൽ മിക്കവാറും വർഷങ്ങളിൽ ഒരു 55, 56 അല്ലെ 58 TMC വെള്ളമേ നിറയുന്നുള്ളൂ. 70.5 ഇടുക്കി ഡാമിൻ്റെ കപ്പാസിറ്റി. അപ്പം എപ്പോഴും ഒരു 12 TMCയുടെ കുറവുണ്ട്. ഇവിടെ 15.5 TMC ഇതിനകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ. ഈ 15 TMC ആണ് അങ്ങോട്ട് പോകുന്നത്, 15.5 TMC. അതുകൂടി ഇങ്ങോട്ട് വരികയായിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാ വർഷവും ഇടുക്കി ഡാം തുറക്കേണ്ട സാഹചര്യം വരുമായിരുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തികയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം വൈദ്യുതി ഉൽപ്പാദനത്തിന്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞിട്ട് മൂലമറ്റത്ത് നിന്ന് ഈ വെള്ളം മലങ്കരയും കൂടെ ചെന്നേച്ച് അവിടുന്ന് ഒരു ഇച്ചിരി വൈദ്യുതിയും കൂടെ ഉൽപ്പാദിപ്പിച്ചത് അറബിക്കടലിൽ പോകും. അത് കുഴപ്പമില്ല, നമ്മൾക്ക് വെള്ളം ആവശ്യത്തിനുണ്ട്, അതിനൊക്കെ നമ്മൾ വലിയ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല, അല്ല, എന്നാൽ നമുക്ക് വൈദ്യുതിക്ക് ഷോർട്ടേജ് ഉള്ള സംസ്ഥാനം, പക്ഷേ ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. നമുക്കിവിടെ കൊണ്ട് ഈ വെള്ളം ഞങ്ങളുടെ പമ്പയാറ്റിൽ കൂടെ പോകുന്ന വെള്ളം വെറുതെ കൊണ്ട് കുട്ടനാടിനെ മുക്കുന്നല്ലാതെ ആകെ അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പമ്പയാറ്റിൽ ആ മണ്ട തുടക്കകാലത്തൊക്കെ 2-3 ഡാമുകളുണ്ടായിരുന്നു, പിന്നെ ഉണ്ടാക്കി. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇനി അടുത്തറിയാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഇടുക്കി ഡാം പണിയുമ്പം ഇടുക്കിയുടെ ആർച്ച് ഡാം പണിയുന്നു. പക്ഷെ അപ്പോഴത്തേക്കും വെള്ളം മറ്റ് വഴികളിലേക്ക് ഒഴുകി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ചെറുതോണി പൈനാവിലും കെട്ടിയിരിക്കുന്നത്. അല്ല, പൈനാവിൽ ഒഴുകി പോകാൻ വേണ്ടിയിട്ടല്ല. അന്നേരം അങ്ങനെ കെട്ടി 2 ഡാം നിറഞ്ഞപ്പോഴും പൈനാവി വെള്ളം എത്തുകയില്ലായിരുന്നു, അല്ല കുളമാവി വെള്ളം എത്തത്തില്ലായിരുന്നു. അതിനുശേഷം കുളമാവി ഡാം കെട്ടിയത്, അതിനെ ഒരു 4 ഡാം എന്നാണ് പറയുന്നത്. അതായത് പവർ ഹൗസിലേക്ക് വെള്ളം തിരിച്ചു വിടുന്ന ഡാമിനെയാണ് 4 ഡാം എന്ന് പറയുന്നത്. അങ്ങോട്ട് തിരിച്ചു വിടാൻ വേണ്ടിയാണ് കുളമാവി ഡാം കെട്ടിയത്. 2 മല എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷമാണ് കുളമാവി വെള്ളം നിറഞ്ഞത്. ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ അതുപോലെ ഈ മുല്ലപ്പെരിയാറിൽ ഡാം കെട്ടിയതിന് ശേഷം അതിലെങ്കിലും കവിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വേറെ കെട്ടുകൾ വല്ലതും ഉണ്ടോ? ഉണ്ട്. മെയിൻ ഡാം ആദ്യം കെട്ടി. മെയിൻ ഡാമിൻ്റെ കെട്ട് 132 അടി ആയപ്പം ബേബി ഡാം എന്ന് പറയുന്നതിലെ വെള്ളം ചാടിപ്പോകാൻ തുടങ്ങി. ഉടനെ ബേബി ഡാം എന്ന് പറയുന്നത് നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പുറത്ത് നിന്ന് ജലസംഭരണിയിലേക്ക് നോക്കുമ്പം വലതുവശത്ത് ബേബി ഡാം, ഇടതുവശത്ത് സ്പിൽവേ. അപ്പോൾ വലതുവശത്ത് ബേബി ഡാമിൻ്റെ ഒപ്പം മറ്റൊരു ഡാമും കൂടെ ഉണ്ട്, എർത്തേൺ ഡാം, ഒരു മണ്ണെണ്ണയുണ്ട്. അത് ഏതാണ്ട് 148 അടി മുല്ലപ്പെരിയാർ ഡാം എത്തിയപ്പോഴാണ് മണ്ണെണ്ണ കൂടെ കെട്ടേണ്ടി വന്നത്. മൂന്നാമതൊരു സ്ഥലത്ത്, അതെ, മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് 1 മുല്ലപ്പെരിയാർ ഡാം, 2 ബേബി ഡാം, 3 എർത്തേൺ ഡാം. അത് 148 അടി ഡാമിൻ്റെ മൊത്തം ഹൈറ്റ് എത്തിയപ്പോൾ അതിലെ വെള്ളം ചാടിപ്പോകാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ മണ്ണെണ്ണ കെട്ടിയത്. മണ്ണെണ്ണ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിൽ നമ്മുടെ എല്ലാം ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? ഇപ്പോൾ ഇടയ്ക്ക് വലിയൊരു കോലാഹലം ഉണ്ടായിരുന്നു കുളമാവിൽ. ഇത് ഇപ്പം ഡാം പൊട്ടിപ്പോൾ ഒരു റോഡിൻ്റെ വീതിയേ ഉള്ളൂ അവിടെ എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് നമുക്കറിയാത്തതുകൊണ്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ മുകളിൽ പ്രഷർ 0 ഈ ഡാമിൻ്റെ പ്രഷർ മുഴുവൻ താഴെയാണ്. അപ്പം മുകളിൽ ഇച്ചിരി ഓളം അടിക്കുമെന്നേ ഉള്ളൂ. അവിടെ ഇപ്പം വലിയൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ ഈ എർത്തേൺ ഡാമിൻ്റെ അവിടെ ഈ ഒരു ചെറിയൊരു ഓളം തല്ലുന്നേ ഉള്ളൂ. ബേബി ഡാമിന് ഈ പറയുന്ന വലിയ പ്രഷറില്ല. പക്ഷേ അതിൻ്റെ ബാക്കി മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടർ എവിടെയാണ്? ഷട്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ഡാമിലല്ല, വേറൊരു മലയില, വേറെ അതിനടുത്തുള്ള 2 കൊച്ചു മലയ്ക്കകത്താണ് ഷട്ടർ. അതും അവിടെ ഡാമുണ്ടോ? അവിടെ ഡാം അതാണ് ബേബി ഡാം? ഇല്ല, അല്ല.
അവിടെ ഈ അതായത് 3 മെയിൻ സ്ട്രക്ചറുകൾ, മുല്ലപ്പെരിയാർ ഡാം, ബേബി ഡാം, എർത്തൻ ഡാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഡാമിൻ്റെ ഇടതുവശത്ത് ഇങ്ങനെ 136 അടി, അത് മലയാണ് ശരിക്കും, അവിടം വരെ മലയാണ്. അവിടം വരെ മല താത്തിട്ട് അവിടെയാണ് ഷട്ടർ ഘടിപ്പിച്ചിരിക്കുന്നത്. 13. അല്ല, ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പടം അതിൻ്റെയാണോ? ഈ ഷട്ടർ കാണുന്നത് അതിൻ്റെയാണ്. ഈ മെയിൻ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നിടത്ത് ഷട്ടർ ഇല്ല. ഷട്ടറില്ല, മുല്ലപ്പെരിയാർ ഡാമിൽ ഷട്ടറില്ല. കാരണം അതൊരു മെയ്സണറി വർക്കാണ്. നമ്മുടെ മേസ്തിരിമാർ കെട്ടിയ അതേലും ഒരു ഷട്ടറും ഇല്ല. പെന്നിക്കുക്ക് 10 സ്പിൽവേയെ പണിതുള്ളൂ. സ്പിൽവേ എന്ന് പറഞ്ഞാൽ ഈ ഷട്ടറിനുള്ള അതായത് വെള്ളം തുറന്നു വിടാനുള്ളത്, സ്പിൽ ഓവർ ചെയ്യാനായിട്ട് തുറന്നു വിടാനായിട്ടുള്ളത്. അത് 136 അടിക്കായി ഷട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ കൃത്യം ഷട്ടറുണ്ട്. ഈ 136 ജലനിരപ്പ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ 79 ജലനിരപ്പ് താഴ്ത്തിയപ്പം 136 താഴ്ത്തി. അപ്പോൾ ഷട്ടർ ലെവൽ 70 മൊത്തം ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പൊക്കം 158 അടിയേ ഉള്ളൂ. മെയിൻ ഡാമിൻ്റെ പൊക്കം 158 അടിയേ ഉള്ളൂ. അതേ ഹൈറ്റ് തന്നെയാണ് ബേബി ഡാമിനും എർത്തേൻ ഡാമിനും. നമുക്ക് അതിൻ്റെ എല്ലാം പുറത്തോടെ നടക്കാം, എർത്തേൻ ഡാമിൻ്റെയും പുറത്തോടെ നടക്കാം. അതിനുശേഷം പിന്നെ ഈ സ്പിൽവേയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 136 അടിയാണ്. 136 ഉള്ളൂ. അത് കാരണം ഈ വെള്ളം ചോർത്തി കളയാനുള്ളതല്ലേ, ഇത് അതിൻ്റെ താഴെയല്ലേ നിൽക്കേണ്ടത്. പിന്നെ 142 സുപ്രീം കോടതി അനുമതി കൊടുത്തിരിക്കുന്നത്, അനുമതി കൊടുത്തു എന്ന് പറയുന്നത്. അപ്പം ഷട്ടർ എന്ത് ചെയ്യുമെന്നറിയാമോ? മുല്ലപ്പെരിയാർ അപ്പം ഇവർ ഷട്ടർ അങ്ങ് അടച്ചു വെക്കും, 13 ഷട്ടർ. ആ 13 ഷട്ടർ അടച്ചു വെക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലിൽ വെള്ളം ഇങ്ങനെ കയറി വരുന്നത് കാണാം. അത് മെയിൻ ഡാമിൽ. അപ്പോൾ അത് 136 കഴിഞ്ഞ് 37, 38, 42 ആകുമ്പോഴത്തേക്ക് അവർ ഷട്ടർ ശാലം പൊക്കും. ചിലപ്പോൾ 1 പൊക്കും, അല്ല 2 പൊക്കും. അങ്ങനെ പൊക്കുമ്പം വെള്ളം വീണ്ടും 142 വരും. അതാണ് എൻ്റെ ചോദ്യം. 136 ഉള്ളെന്ന് പറഞ്ഞല്ലോ ഈ സ്പിൽവേ. അപ്പോൾ ഈ 142 വരെ എങ്ങനെ ഉയരുന്നേ? ഷട്ടർ അടച്ചിട്ടിരിക്കുക. അല്ല, എന്നാലും അതിന് മണ്ടക്കട കവിഞ്ഞു പോകണ്ടേ? അപ്പം ഇല്ല, ഷട്ടർ ഡാമിൻ്റെ ഒപ്പം പൊക്കമുണ്ട്. 136 വരെ 36 മുകളിലാണ് അപ്പോൾ ഷട്ടർ. അതെ, 136 ആണ്. 136 വരെ ഷട്ടർ ഇല്ല. 136 വരെ ഒരു ഷട്ടറും ഇല്ല. സ്പിൽവേ തുറന്ന് വെള്ളം പുറത്തോട്ട് വിടാനും മാർഗ്ഗമില്ല. 136 മുകളിലേ വെള്ളം വിടാൻ പറ്റത്തുള്ളൂ. 136 മേളിലെ വെള്ളം വിടാൻ പറ്റും. അപ്പോൾ അവർക്ക് 136 താഴെയാണ് വെള്ളം കൊണ്ടുപോകാൻ വഴിയില്ലേ? അല്ല, അവരുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഡാം സ്പിൽവേ ഒന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ശരി. എന്നിട്ട് അങ്ങനെ കൂട്ടി ഇത് അവർ 152 വരെ ഉയർന്നാലോ? 152 വരെയും ഷട്ടർ അടച്ചിട്ടാൽ 152 എത്ര കാണും? ഷട്ടർ 155 ഉണ്ട്. ഷട്ടറും കൂടെ വരുമ്പോൾ 155 ഉണ്ട്. അതിൻ്റെ ഇതുകൂടെ ചേർത്ത് ഈ ഡാമിൻ്റെ 3 അത് കൂട്ടണം, പാരപ്പറ്റൂടെ കൂട്ടി 158 അടിയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ. അതായത് 152 വരെ വേണം എന്നിവർ പറയുന്നത്. 152 ആകുമ്പോൾ അവർക്ക് ശകലം, അതിൽ കൂടുതൽ ശകലം പൊക്കിയ വെള്ളം പൊക്കോളും. മനസ്സിലായി. 152 അടി വേണമെന്ന് പറയുന്നത് അതായത് ഫുൾ റിസർവോയർ ലെവലാണ്. പെന്നിക്കുക്കിൻ്റെ കാലത്ത് ഫിക്സ് ചെയ്തത് 152 അടി വാട്ടർ ലെവലാണ്. മാക്സിമം 155 അടി. അപ്പം അതിൽ നിന്നും എന്തെങ്കിലും അത്ര വെള്ളം ഉയർന്നിട്ടുണ്ടോ? 154.2 വരെ വന്നിട്ടുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, എല്ലാം നമ്മുടെ കാലാവസ്ഥ നമ്മൾ മലയാളികളെക്കാൾ കൃത്യമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാടാണ്. ഇവിടെ ഒരു കാരണവശാലും ഈ ഡാം നിറയാൻ അവർ അനുവദിക്കത്തില്ല. ആകെ അവർക്കൊരബദ്ധം പറ്റിയത് 2018 വെള്ളപ്പൊക്കത്തിനാണ്. അന്ന് അവരുടെ കണക്കൂട്ടൽ തെറ്റിപ്പോയി. 142 അടി ഇപ്പോൾ കോടതി അനുവദിച്ചിരിക്കുന്നത്, അത് 144 അടിയായി പോയി. അതാണ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വെള്ളം തുറന്നു വിട്ടു. ഭാഗ്യം കൊണ്ടാരും പെരിയാർ തീരത്തില്ലായിരുന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിനിടയാക്കുമായിരുന്നു. മറ്റേ എല്ലാം മുന്നറിയിപ്പ് തരും. ലോകത്തെ ഏറ്റവും നല്ല വാട്ടർ മാനേജ്മെൻറ്റുകളിലൊന്ന് തമിഴ്നാടിൻ്റേതാണ്. പരമാവധി കേരളത്തിന് മുല്ലപ്പെരിയാർ ഡാമിലെ ഒരു തുള്ളി വെള്ളം തരാതിരിക്കാനാണ് അവർ കെട്ടിയ കാലം മുതൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ തമിഴ്നാട് എങ്ങനെയാണ് വെള്ളം കൊണ്ടുപോകുന്നത്? ഇപ്പം ഈ ഡാം കെട്ടി 15 കിലോമീറ്റർ വരെ റിസർവോയറാണ്. ആ തേക്കടി ബോട്ട് ലാൻഡിങ് അവിടുന്ന് ഒരു 1,400 ഒരു ഓപ്പൺ കനാൽ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. എങ്ങനെ തേക്കടി ബോട്ട് ലാൻഡിങ്ങിൻ്റെ അവിടുന്ന് ഫോറസ്റ്റുകാരുടെ ഓഫീസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പുറകിൽ കൂടെ
ഒരു ഓപ്പൺ കനാൽ ഒരു 1,400 1 കിലോമീറ്റർ 400 മീറ്റർ അങ്ങനെ 1.4 കിലോമീറ്റർ 4 കിലോമീറ്റർ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാം. വലിയ വീതിയിലുണ്ടോ? അധികം വീതിയിൽ നമ്മൾ സാധാരണ കാണുന്ന ഇറിഗേഷൻ പ്രോജക്റ്റുകളുടെ വെള്ളമേ ഉള്ളൂ. ആ വെള്ളം ഇങ്ങനെ ഒഴുകിച്ചെന്ന് നേരെ 1,700 തുരങ്കത്തിനകത്തേക്ക് കയറുക. അത് പാറ തുരന്ന് 1,700 നീളം വീതിയുള്ള തുരങ്കത്തിലേക്ക് കയറുക ഈ കനാൽ. അതെ, ഇപ്പം അത് 12 മീറ്റർ വ്യാസമുണ്ട് ആ ടണലിന്. അതിലേക്ക് ചെന്ന് കയറുന്നു. ആ മലയുടെ ഇങ്ങേ അറ്റം ഇപ്പം മലയുടെ ഇങ്ങേ അറ്റം കേരളം. ആ മല തുരന്ന് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് തമിഴ്നാടാണ്. ഇത് പെന്നിക്കുക്കിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. പെന്നിക്കുക്കിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ. പെന്നിക്കുക്കിൻ്റെ കാലത്ത് ചെറിയ ടണലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വലുതാക്കി അതായത് നമ്മൾ അനുവദിച്ചിട്ടാക്കിയതാണ്. നമ്മൾ ഒരു അനുവാദവും വാങ്ങിയില്ല, അവരങ്ങ് പണിതു. അതായത് 47 ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് മുല്ലപ്പെരിയാർ കരാർ റദ്ദായതാണ്. മനസ്സിലായി. അല്ല, ഈ അണക്കെട്ട് വലുതാക്കിയത് 53-58 കാലഘട്ടത്തിൽ അവരങ്ങ് പണിതു. അതിന് ഒരു പിൻബലമുണ്ട് അവർക്ക്. 51 കുടിവെള്ളം ജലസേചനവും പുനഃസ്ഥാപിച്ചു തരണം എന്ന് പറഞ്ഞ് അവർ സുപ്രീം കോടതിയിൽ പോയി. നമ്മുടെ സുപ്രീം കോടതി അത് അനുവദിച്ചു. അത് കിട്ടിക്കഴിഞ്ഞത് തങ്ങളാണ് മുല്ലപ്പെരിയാറിൻ്റെ അനന്തരാവകാശികളെന്ന് അവരങ്ങ് തീരുമാനിച്ചു. നമ്മളൊരു അറിഞ്ഞു പോലും കാണത്തില്ലായിരിക്കും കേസിൻ്റെ കാര്യം. ഈ കേസും കാര്യങ്ങളൊന്നും കേരളം പോയിട്ടില്ല. അന്ന് പിന്നെ രാജാവ് ഇല്ലല്ലോ, രാജാവ് അധികാരം നഷ്ടപ്പെട്ടു. അദ്ദേഹം പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം 47 മുതൽ തിരുക്കൊച്ചി സംസ്ഥാനമാണ്. അതൊന്നും കാര്യമായിട്ട് ആരും ശ്രദ്ധിച്ചില്ല. ഇവർ കോടതിയിൽ പോയി, ഇത് രണ്ടും അനുവദിച്ചു. അതോടെ അവർ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അനന്തരാവകാശികളായെന്നങ്ങ് സ്വയം പ്രഖ്യാപിച്ചു. 53-58 കാലഘട്ടത്തിൽ അവർ വൻ നിർമ്മിതികളുണ്ടാക്കി. ഒന്ന്, ഈ ടണൽ വലുതാക്കി. അപ്പോൾ കൂടുതൽ വെള്ളം അങ്ങോട്ട് ഒഴുകി എത്താൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരവിടെ അവരുടെ ഭാഗത്തെ മലനിരകൾ, പടിഞ്ഞാറൻ സൈഡിലോട്ടുള്ള മലനിരകളിൽ ഇതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ടണൽ കടന്നു പോകുന്നത്? നമ്മുടെ കുമളിയുടെ താഴെക്കൂടാണോ? കുമളിയുടെ പുറകിൽ കൂടെ അങ്ങ് പോകുകയുള്ളൂ. നമ്മൾ ചെല്ലുന്ന വഴിയൊന്നും കാണത്തില്ല. കുമളിയുടെ അപ്പുറത്തെ കാട്ടിക്കൂടെ അങ്ങ് പോകും. നമ്മൾ കുമളിയിൽ നിന്ന് കമ്പത്തേക്ക് പോകുന്ന വഴിയിലൂടെയാണ് അത് പോകുന്നത്. വഴി ക്രോസ് ചെയ്താണ്. പക്ഷെ അടിയിൽ കൂടെ അല്ല, ഓപ്പൺ ആയിട്ട് കാണാം. 4 പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ. ആ പെൻസ്റ്റോക്ക് പൈപ്പ് ലൈനാണ് ഇവിടുന്ന് വെള്ളം ഇറങ്ങി ചെല്ലുന്നത്. അതായത് ആ തുരങ്കം അതിന് മുമ്പ് തീരും. ഈ പെൻസ്റ്റോക്കിന് മുമ്പ് തുരങ്കം തീരും. പെൻസ്റ്റോക്ക് ഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തുരങ്കം തീരും. ഈ വെള്ളം നേരെ അവിടെ ഒരു 4 ബേ ഡാം തമിഴ്നാട് ഭാഗത്തെ മലനിരകളിലുണ്ട്. അത് ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന പവർ ഹൗസിൻ്റെ മുകൾ ഭാഗമായതുകൊണ്ട് അതിനെ അപ്പർ ക്യാമ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പർ ക്യാമ്പിലാണ് ഈ പെരിയാർ പവർ ഹൗസ് ഉള്ളത്. അവരുടെ പവർ ഹൗസ്. ഇത് ആദ്യം മുതൽ അങ്ങനെയാ തമിഴ്നാട്? അല്ല, പണ്ട് ഇതൊന്നുമില്ലായിരുന്നു. പെന്നിക്കുക്കിൻ്റെ കാലത്ത് ഒരു ചെറിയ ടണലേ ഉള്ളായിരുന്നു. ജലനിരപ്പ് ഏതാണ്ട് 140-142 ഒക്കെ ആകുമ്പോൾ കുമളി ടൗണിൽ വെള്ളം കയറും. കുമളി ടൗണിൽ കൂടെ വെള്ളം ഒഴുകി ഇപ്പോഴത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അതിലെ വെള്ളം ഒഴുകി നേരെ ലോവർ ക്യാമ്പിലോട്ട് പോകുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ടണൽ വലുതാക്കാൻ അവർ തീരുമാനിച്ചു. ഇത് കുമളിക്കും വലിയൊരു ശാപമായിരുന്നു. അതുകൊണ്ട് അവർ ടണൽ വലുതാക്കാൻ തീരുമാനിച്ചു. 53-58 കാലഘട്ടത്തിൽ അവർ ടണൽ വലുതാക്കി. 4 ബേ ഡാം പണിതു, വാൽവ് ഹൗസ് പണിതു. ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ ഇട്ടാണ് 1939 ബ്രിട്ടീഷുകാർ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയത്. അപ്പോൾ അത് കരാറിൻ്റെ ലംഘനമാണ്. CP രാമസ്വാമി അയ്യർ അന്ന് ബ്രിട്ടീഷ് കോടതിയിൽ കേസ് കൊടുത്തിട്ട് മുല്ലപ്പെരിയാർ വൈദ്യുതി ഉൽപ്പാദനം കരാറിൻ്റെ ലംഘനമാണെന്ന് പറഞ്ഞ് അന്ന് തന്നെ അവർ വൈദ്യുതി ഉൽപ്പാദിക്കാൻ തുടങ്ങി. നമ്മളോട് പറയാതെ അതിൻ്റെ പണി തുടങ്ങിയപ്പോഴേ CP രാമസ്വാമി അയ്യർ കോടതിയിൽ പോയി കരാറിൻ്റെ ലംഘനമാണെന്നും പിന്നെ വൈദ്യുതി ഉൽപ്പാദനം കരാറിൻ്റെ ലംഘനമാണെന്ന് അന്ന് തിരുവിതാംകൂറിന് അനുകൂലമായി വിധിയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ 70 C അച്യുതമേനോൻ അതിനുശേഷം നിർത്തിവെച്ചില്ല. അവർ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. ബ്രിട്ടീഷുകാരാണ്. അവരോട് പറയാൻ ആജ്ഞാപിക്കാൻ ആരാ ഉള്ളത് അന്ന് ഇന്ത്യയിൽ? അവർ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. അവരുടെ പവർ ഹൗസ് ഉണ്ടാക്കി ലോവർ ക്യാമ്പിൽ. 53-58 കാലമായപ്പോഴത്തേക്ക് ഈ കോടതി വിധി കിട്ടിയതോടെ അവരെന്ത് ചെയ്തു? മുല്ലപ്പെരിയാർ ടണൽ വലുതാക്കി. ടണലിൽ കൂടെ കൂടുതൽ വെള്ളം ചെല്ലാൻ തുടങ്ങിയപ്പം അവിടെ 4 ബേ ഡാം വേണ്ടി വന്നു. ഈ ടണലിൻ്റെ ഒരു കാര്യവും കൂടെ നമ്മൾ അറിയണം. അതായത് മുല്ലപ്പെരിയാർ ഈ 53-58 കാലം വരെ മുല്ലപ്പെരിയാർ ഡാമിലെ 50% വെള്ളം തമിഴ്നാട് രാമനാഥപുരത്ത് ബംഗാൾ ഉൾക്കടലിൽ പാഴാക്കി കളയായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേറെ സ്റ്റോറേജ് ഇല്ല. 53-58 കാലഘട്ടത്തിലാണ് ഒരു വൈഗ ഡാം നിർമ്മിച്ചത്. ഈ വൈഗ ഡാം നദിയൊന്നുമല്ല, വൈഗ നദിയാ. നമ്മുടെ വെള്ളം നേരെ ചെല്ലുന്നത് സുർലിയാറിലേക്കാണ്. അവിടെ നിന്ന് പിന്നെ വൈരവനാർ വഴി പോയിട്ട്
വൈഗ അവരുടെ ഏറ്റവും നീളം കൂടിയ നദിയാണ് തമിഴ്നാട്ടിലെ. അത് കഴിഞ്ഞിട്ട് ആ നദി ഈ നദിയിലൂടെ ചെന്നിട്ട് വൈഗ നദി ചെന്നിട്ട് വൈഗ നദിയിലാണ് ഇവർ ഡാം കെട്ടിയിരിക്കുന്നത്. അപ്പം ഈ പോകുന്ന വെള്ളം ഈ കയറ്റി വിടുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ബാക്കി വരുന്ന വെള്ളം നേരെ പോയി വൈഗ ഡാമിലേക്ക് പോവുകയാണ്. പോവുകയാണ്. അവർക്ക് ആകെ ഒരു സ്റ്റോറേജ് അവിടെ ഉള്ളൂ. ഈ ഇത്രയും കാലങ്ങളായിട്ട് തമിഴ്നാട് ആകെ ഒരു സ്റ്റോറേജ് അവരുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അടുത്തൊരു കാര്യം കൂടെ, ഈ പറയുന്ന ഇറച്ചിപ്പാലം എന്ന് പറഞ്ഞാൽ അത് വേറെയാണോ? ഇറച്ചിപ്പാലം കുമളി കമ്പം റോഡിലെ ഒരു ചെറിയ പാലമാണ് ഇറച്ചിപ്പാലം. അതിനടിയിൽ കൂടെയാണ് 4 പെൻസ്റ്റോക്ക് പൈപ്പ് ലൈൻ റോഡിൽ അവിടെ തുറന്നു വിടുന്നതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മുല്ലപ്പെരിയാറിലെ വെള്ളം ടണലിലൂടെ ഒഴുകി വന്ന് തമിഴ്നാട് സൈഡിലെ അപ്പർ ക്യാമ്പിലുള്ള 4 ബേ ഡാമിലാണ് വന്ന് ചാടുന്നത്. അത് പിന്നെ പെൻസ്റ്റോക്ക് പൈപ്പ് ലൈനിലൂടെ പെരിയാർ പവർ ഹൗസിലെത്തി വൈദ്യുതി ഉൽപ്പാദനം നടത്തും. അമിതമായിട്ട് വെള്ളം വന്നാൽ ഈ 4 ബേ ഡാമിൽ ഒരു ഷട്ടറുണ്ട്. അത് ഡാമിൽ തന്നെയുള്ള ഷട്ടറാണ്. ഈ വെള്ളം കൂടുതൽ വന്നാൽ അതങ്ങ് തുറന്നു വിടാനായിട്ട് ഈ ഷട്ടർ അങ്ങ് തുറക്കും. അത് നിയന്ത്രിതമായിട്ടല്ല, ചുമ്മാ ഒഴുകി വരിക. പല വർഷങ്ങളിലും ഇത് തുറന്നെങ്കിൽ കമ്പം കുമളി റോഡിലെ ഈ ഇറച്ചിപ്പാലം തകർന്നു പോവുകയാണ് പതിവ്. അത്രയ്ക്കും ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഈ ഇറച്ചിപ്പാലം ശരിക്കും ഇത് രയിച്ചിൽ പാലം എന്നാണ് നമ്മൾ മലയാളികൾ ഇറച്ചിപ്പാലം എന്ന് പറയുന്നത്. ഇത് മുകളിലാണ്, അതായത് ഈ കമ്പം കുമളി റോഡിൻ്റെ മുകളിലായിരിക്കും ഇത് തുറന്നു വിടുന്നത്. മുകളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അപ്പർ ക്യാമ്പാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വളവ് തുടങ്ങുന്നതിൻ്റെ മേളിലാണ്. നമ്മൾ കുമളിയിൽ നിന്ന് നമ്മൾ കാണുന്നില്ല, നമ്മുടെ റോഡിൻ്റെ മുകളിലാണ്. കമ്പം കുമളി റോഡിൽ നിന്ന് അകത്തോട്ടൊരു 3 കിലോമീറ്റർ പോകണം. അത് നമ്മളെ അവർ ഇപ്പം കടത്തി വിടാറില്ല. നേരത്തെയൊക്കെ നമ്മളെയൊക്കെ കടത്തി വിടുമായിരുന്നു, ഇപ്പം അവർ കടത്തി വിടാറില്ല. അപ്പോൾ ആ വെള്ളം വരുമ്പോൾ ഈ റോഡിനെ ബാധിക്കാറുണ്ട്. അത് തമിഴ്നാട്ടിലാണ്. ഷട്ടർ എല്ലാ കാലവും ഒന്നും തുറക്കുന്നില്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഷട്ടർ തുറക്കാറുള്ളൂ. അപ്പം അന്നേരം റോഡ് പോകാറുണ്ട്. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ ആ റോഡ് അവർ മെയിൻ്റനൻസ് നടത്തിയിരിക്കും, രാത്രിയും പകലും പണിത്. അത്രയ്ക്കും ശ്രദ്ധയോടെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഈ വെള്ളം അല്ല, ഈ കൊടുന്ന അല്ലാതെ വെള്ളം കൊണ്ടുവന്ന് വേറെ വഴിയൊന്നുമില്ല അവർക്ക്. ഈ പറയുന്ന വെള്ളം ഉള്ളൂ. ഈ പറയുന്ന നമ്മൾ ആദ്യം തേക്കടിയൊക്കെ കടന്ന് ഈ ചെറിയ സാധനത്തിന് കൊണ്ടുവന്ന് വെള്ളമേ കൊണ്ടുപോകുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരിടത്തൂടെയും കൊണ്ടുപോകുന്നില്ല. അതെന്ന് പറയുന്നത് അവരുടെ കൃഷിക്ക് ആവശ്യമായി വരുന്ന സമയം നോക്കി. ഇപ്പോഴാണ് ഈയിടെയാണ് ഷട്ടർ അവിടെ തേക്കടി ടണലിൻ്റെ ഷട്ടർ തുറന്ന് ഈയിടെയാണ് അവർ വെള്ളം എടുക്കാൻ തുടങ്ങിയത്. ഇതുവരെ നമുക്ക് മഴ കുറവായിരുന്നത് കൊണ്ട് അവർ നമുക്ക് മഴ കിട്ടാൻ വേണ്ടി ഇവിടെ പൂജ നടത്തി. അവരുടെ അമ്പലമുണ്ട് തേക്കടി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് അവരുടെ അമ്പലമുണ്ട്. കാരണം വനം അവരുടേതാണെന്നാണല്ലോ വെയ്പ്പ്. അതുകൊണ്ട് അവിടെ അമ്പലമുണ്ട്, പ്രാർത്ഥനയുണ്ട്, അവരുടെ ക്വാർട്ടേഴ്സുകളുണ്ട്, തമിഴ്നാട് ക്വാർട്ടേഴ്സുണ്ട്. തമിഴ്നാടിൻ്റെ ഒരു തമിഴ് സ്കൂള് പോലും ഈ നമ്മുടെ വനാതിർത്തി അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന വെള്ളം വൈഗ ഡാമിൽ മാത്രം സൂക്ഷിക്കുന്നു. ഇവിടെ അപ്പർ പെരിയാറിൽ കറണ്ട് ഉണ്ടാക്കുന്നു. അപ്പർ ക്യാമ്പ് ലോവർ ക്യാമ്പിൽ കറണ്ട് ഉണ്ടാക്കുന്നു. അപ്പർ ക്യാമ്പിൽ 4 ബേ ഡാം ഉണ്ട്. അത് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെള്ളം സൂക്ഷിക്കുന്ന അത് പവർ ഹൗസിലേക്ക് വെള്ളം തുറന്നു വിടുന്ന ഡാമിനെയാണ് 4 ബേ ഡാം എന്ന് പറയുന്നത്. അത് അപ്പർ ക്യാമ്പിലാണ്. ഇതാണ് അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രം. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇന്നും തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിലെ 30% വെള്ളം രാമനാഥപുരത്ത് കടലിൽ കളയുവാണ് ഇപ്പോഴും. കാരണം സ്റ്റോറേജ് ഇല്ല, അവർക്ക് സ്റ്റോറേജ് ഇല്ല. കേരളത്തിൽ എന്നും മഴ പെയ്യും. കേരളത്തിലെ വെള്ളം എല്ലാ വർഷവും 104 ഡെഡ് സ്റ്റോറേജ് വരെ അവർ കൊണ്ടുപോകും. 104 അടി വരെ കൊണ്ടുപോകും. ഡെഡ് സ്റ്റോറേജ് വരെ വെള്ളം ഓട്ടോമാറ്റിക്കലി കിടക്കും. 104 അടി വരെ കിടക്കും. ഡെഡ് സ്റ്റോറേജ് 104 അടിയാണ്. അതെ, അത് കേരളത്തിലോട്ടും എടുക്കത്തില്ല, തമിഴ്നാട്ടിലോട്ടും എടുക്കത്തില്ല. അതിന് മുകളിലാണ് ഈ പറയുന്ന സാധനം വരുന്നത്. ഇതെന്താ ഈ ഡെഡ് സ്റ്റോറേജ് പൊക്കി കെട്ടി? എന്താണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ മാത്രം നമ്മൾ ഇടുക്കിയുടെ കേൾക്കുന്നത് പോലെ അല്ല കണക്ക് പറയുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ മാത്രം ഇതെങ്ങനെ 104 അടി വരെ കണക്കിൽ പെടത്തില്ല? എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ പെന്നിക്വിക്ക് ഡാം പണിയാൻ ആദ്യം മനസ്സിൽ കരുതിയത്, കാരണം വനത്തിനകത്താണ്, മലമ്പനി അതുപോലുള്ള മാരക രോഗങ്ങൾ, വന്യമൃഗങ്ങൾ, ഇതെല്ലാം വാഹനങ്ങളില്ല, പോത്തുവണ്ടിയല്ല സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോയത്. അപ്പം അതുകൊണ്ട് തന്നെ 60 അടി ഡാമും 40 അടി ടണലുമാണ് പെന്നിക്വിക്ക് വിഭാവന ചെയ്തത്. പക്ഷേ പിന്നെ എന്താണ് ഈ ടണൽ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങനെ? നമ്മളിപ്പോൾ പറഞ്ഞ തേക്കടി ടണൽ 60 താഴെ ആകുമായിരുന്നു. മലയുടെ അടി ഏറ്റവും ചോട്ടിലേക്ക് വരുമായിരുന്നു. അപ്പം മലയുടെ ചോട്ടി വീതി കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടണൽ ഡാം തീർന്നാലും ടണൽ തീരുകയില്ല. തമിഴ്നാട്ടിലന്ന് വെള്ളത്തിന് അടിയന്തര ആവശ്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് ഈ ടണൽ തീരാൻ താമസിക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം പിന്നെ ഡാം പൊക്കിക്കെട്ടി മലയുടെ വീതി കുറഞ്ഞ ഭാഗത്ത് ടണലും ഉണ്ടാക്കി. അങ്ങനെയാണ് ഡാം പൊക്കിക്കെട്ടേണ്ട സാഹചര്യം ഉണ്ടായത്. താഴെയാണെങ്കിൽ വീതി ഉണ്ടാക്കേണ്ടി വരും. മലയ്ക്ക് ഭയങ്കര വീതി ഉള്ളതുകൊണ്ട് ഇതിനെന്തെങ്കിലും രേഖയുണ്ടോ? ഇതിൽ മെക്കൻസി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൊക്കെ ഇതിൻ്റെ പരാമർശനങ്ങളുണ്ട്. എങ്കിലും എങ്കിലും ഉയർന്ന ഡാം തന്നെ കെട്ടേണ്ടി വരുമെന്നുള്ളത് പിന്നെ കാരണം അദ്ദേഹം ലണ്ടനിലെ ചെൽട്ടർഹാം റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പെന്നിക്വിക്ക് പഠിച്ചത്. അദ്ദേഹം അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതോടെ ഇന്ത്യൻ ജിയോഗ്രഫിയും കൂടെ പഠിച്ചു. അങ്ങനെയാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും അദ്ദേഹത്തിനുണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് കരാറിൽ എഴുതി വച്ചിരിക്കുന്നത്, മുല്ലപ്പെരിയാർ പ്രദേശത്ത് കോണ്ടൂർ ലൈൻ പിടിച്ച് 155 അടി ആഴം വരുന്നിടത്താണ് മുല്ലപ്പെരിയാർ ഡാം കെട്ടാൻ ഞങ്ങൾ പോകുന്നതെന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ പഠനവും അതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് ഇവിടെയാണ് ഞങ്ങൾ ഡാം കെട്ടേണ്ടത് എന്ന് 155 അടി ആഴം വരുന്ന സ്ഥലത്താണ് ഡാം കെട്ടേണ്ടതെന്ന് അവർ ഉറപ്പിച്ചിട്ടാണ് മുല്ലപ്പെരിയാറിൻ്റെ പണി തുടങ്ങിയത്. അപ്പം അത്രയ്ക്കും ഭൂമിശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ്. ഇത് ഈ കരാറ് ആരും തമ്മിലുള്ളായിരുന്നു? തിരുവിതാംകൂർ രാജാവും മദ്രാസ് പ്രസിഡൻസിയും തമ്മിലായിരുന്നു. മദ്രാസ് പ്രസിഡൻസിയും തമ്മിലായിരുന്നു കരാറ്. അതായത് തമിഴ്നാട് ഈ മദ്രാസ് പ്രസിഡൻസിന് കീഴിലുള്ള പ്രദേശങ്ങൾ, മധുര അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളമില്ല. ആ വെള്ളം കൊടുക്കാൻ വേണ്ടി തിരുവിതാംകൂറിൽ നിന്നും ഈ കരാറുണ്ടാക്കി പിടിക്കുവാണ്. കരാറുണ്ടാക്കി. ആ കരാറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? കരാറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് എൻ്റെ പുസ്തകത്തിൽ. അതിനകത്ത് എന്താ പറഞ്ഞിരുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസിയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിലേക്കായിട്ട് പെരിയാർ നദിക്ക് കുറുകെ ഒരു ഡാം കെട്ടി വെള്ളം തമിഴ്നാട്ടിലെത്തിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് 8000 ഏക്കർ സ്ഥലം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു എന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പാട്ടം കൊടുത്തല്ല, ഒന്നുമല്ല. കേരളത്തിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹം ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ ഏറ്റെടുക്കാൻ വന്നപ്പം രാജാവ് പറഞ്ഞു, തിരുവിതാംകൂർ എൻ്റേതല്ല, അത് ശ്രീപത്മനാഭൻ്റെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോഴവർക്കൊരു സിമ്പതി തോന്നി. ഇത് രാജാവിൻ്റേതല്ലെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആണെന്ന് പറയും, അതുകൊണ്ട് അത് പിടിച്ചെടുക്കണ്ടെന്ന് അവരൊരു വിചാരിച്ചു. പക്ഷേ 8 ലക്ഷം രൂപ അന്ന് കപ്പം കൊടുക്കണമായിരുന്നു. 8 ലക്ഷം രൂപ എന്ന് അന്ന് ഒരു തേങ്ങ വിറ്റ് 6 പൈസയാണ് കിട്ടുന്നത്. 8 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയായിരുന്നു. തിരുവിതാംകൂർ രാജാവ് അധികാരം നിലനിർത്തിയിരുന്ന 8 ലക്ഷം രൂപ കപ്പം കൊടുത്തിട്ടാണ്. അതുകൊണ്ട് അവർ ഈ 8 ലക്ഷം രൂപ കപ്പം കൊടുക്കുന്നില്ല എങ്കിൽ മുടങ്ങിയാൽ രാജ്യം വേണേൽ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും. അതുകൊണ്ട് ഈ രാജ്യത്തുനിന്ന് 8000 ഏക്കർ സ്ഥലം വനഭൂമി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നതിന് അവരെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകിച്ച് ഒരു അനുവാദത്തിൻ്റെ കാര്യമില്ല. അവരുടെ മര്യാദ അനുസരിച്ച് ഏക്കറിന് ഒന്നിന് 5 രൂപ പാട്ടം അവർ നിശ്ചയിച്ചു. ഈ ഏക്കർ ഒന്നിന് 5 രൂപ പാട്ടം നിശ്ചയിച്ച് 8000 ഏക്കറിന് 40,000 രൂപ. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ 40,000 രൂപ എന്ത് ചെയ്യണം? 8 ലക്ഷം രൂപയിൽ നിന്ന് 40,000 കുറച്ച് ബാക്കി തുക ഞങ്ങൾക്ക് വർഷാവർഷം കപ്പം തന്നാൽ മതി എന്നൊരു ഇളവ് മാത്രം കൊടുത്തു. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് 8000 ഏക്കർ കൂട്ടിച്ചേർത്തു. ഇവർക്ക് രാജാവിന് അസംതൃപ്തി ഉണ്ടായിരുന്നില്ലേ? അതിൻ്റെ അത് പറയുന്നുണ്ട്, എൻ്റെ രക്തം കൊണ്ട് അങ്ങനെ എന്തോ ഒരു പ്രശ്നം. അതൊക്കെ വെറുതെ രാജാവിന് പെരിയാർ നദി വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ രാജാവും അല്ലെങ്കിൽ അന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ആലുവ പ്രദേശത്ത് അന്ന് നല്ല നെൽകൃഷിയുള്ള സ്ഥലമാണ്. ഈ പെരിയാറിലെ വെള്ളം ചെന്ന് അവിടുന്ന് കടൽ ജലം കയറുന്നത് തള്ളിക്കളഞ്ഞാൽ മാത്രമേ അവിടെ കൃഷി നിലനിൽക്കത്തുള്ളൂ. പിന്നെ പെരിയാർ ഒഴുകുന്ന നദിയിൽ പ്രദേശങ്ങളിലെല്ലാം ജനവാസമുണ്ടെന്നും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രജകൾക്കൊക്കെ അത് ക്ഷീണം ചെയ്യുമെന്നും രാജാവിനറിയാമായിരുന്നു ഈ വെള്ളം ചെല്ലാതെ വന്നാൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം 860 മുതൽ ബ്രിട്ടീഷുകാർ ഇതിനെക്കുറിച്ചുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനു മുമ്പ് തമിഴ്നാട്ടിലെ ചില നാട്ടുരാജാക്കന്മാരും പെരിയാർ നദിയിൽ കണ്ണുവെച്ചിരുന്നു. പക്ഷേ അതൊന്നും വിട്ടുകൊടുക്കാൻ രാജാവ് തയ്യാറായില്ല.
880 ആയപ്പോഴത്തേക്ക് തമിഴ്നാട്ടിലെ വെള്ളത്തിൻ്റെ ആവശ്യം അത്ര വലുതായി മാറി. കാരണം മനുഷ്യർ മരിക്കുന്നുണ്ട്, കൃഷിയില്ല, പിന്നെ മാത്രമല്ല അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് ബുദ്ധിമുട്ടായി. കാരണം മധുര പ്രദേശത്തൊക്കെ മൈസൂറിൽ നിന്ന് വന്ന നമ്പൂതിരിമാരൊക്കെ ആയിരുന്നു അന്ന് അവിടുത്തെ ജന്മിമാർ. ജന്മിമാർ മാത്രമല്ല, അവർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരും കൂടാ. ഇപ്പോൾ ഇവിടെ ഈ അരിയും വെള്ളവും ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഇവരെയൊക്കെ പോയി കൊള്ളയടിക്കുന്നൊരു പതിവും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്പൂതിരിമാരെന്നൊക്കെ പറയുമ്പം ജാതീയമായ ഒരു ആധിപത്യവും മേൽക്കോയ്മയും, അതുപോലെ തന്നെ ജന്മിമാരെന്നുള്ളൊരു പദവിയും, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ജീവനക്കാർ എന്നുള്ളൊരു പദവിയും കൂടെ ഉള്ളതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിന് അവരെ സംരക്ഷിക്കാതിരിക്കാൻ വയ്യാതെ വന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പം ഇവരുടെ പ്രശ്നം, ഇവർക്ക് തൊഴിലില്ല, ഇവർക്ക് വെള്ളം കിട്ടണം, വെള്ളം ഉണ്ടെങ്കിൽ അവർ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കും. അക്കാര്യത്തിൽ അവർ മിടുക്കന്മാരാണ്. എവിടെയെങ്കിലും വെള്ളമുണ്ടെങ്കിൽ ഈ കനാല് വെട്ടി വെള്ളം കൊണ്ടുവന്ന് അല്പം ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ അവർ മിടുക്കന്മാരാണെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഇവർക്ക് വെള്ളം കൊടുത്താൽ എല്ലാ പ്രശ്നങ്ങളും തീരും, കൃഷി വളരും, അവർക്ക് തൊഴിലാകും, ഭക്ഷണമാകും. ആടുമാടുകളെ സമർത്ഥമായി അന്ന് വളർത്തുന്ന നാടാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ആടുമാടുകളെ വളർത്തും. അതുവഴി പാലുൽപാദനം കൂടും, മാത്രമല്ല കൃഷിക്ക് വളവുമാകും. ഇതെല്ലാം പഠിച്ചിട്ട് സർ CP ആ സമയത്തുണ്ടോ? ഇല്ല. ഇതിൽ കരാർ ഒപ്പുവെക്കുന്ന വെമ്പക്കൻ രാമയ്യങ്കാർ 886 അന്നത്തെ ദിവാൻ അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 30 ശേഷമാണ് സർ CP വരുന്നത്. അതോടെ ഈ വെള്ളം വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ കൃഷിക്കാലം മെച്ചപ്പെട്ടു, അവർ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. അപ്പോൾ കുഴപ്പമില്ലാതെ പോകും. അന്ന് തേക്കടിയൊക്കെ തുടങ്ങിയോ? ഇല്ല. അന്ന് ടൂറിസം ഉണ്ട്. എന്താണെന്നറിയോ, നമുക്കല്ല, ബ്രിട്ടീഷുകാർക്കാണ്. അവരുടെ ക്വാർട്ടേഴ്സ് നമ്മൾ കുമളിയിലുണ്ടല്ലോ, അവിടെ പെന്നിക്കുക്കൊക്കെ അവിടെയാണ് താമസിച്ചിരുന്നത്, ഡാം സൈറ്റിലല്ല താമസിച്ചിരുന്നത്. അപ്പോൾ ഇവർക്കിടയ്ക്ക് ഇടവേളകളില്ല. അപ്പോൾ ഇവർക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന് വന്യമൃഗങ്ങളെ വേട്ടയാടുക. അതിങ്ങനെ വേട്ടയാടി ചിലത് ഭക്ഷിക്കാനും പിന്നെ വിനോദത്തിനും വേണ്ടി ചുമ്മാ കാട്ടുപോത്തിനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന പതിവൊക്കെ അന്നും ബ്രിട്ടീഷുകാർക്കുണ്ട്. അപ്പം അങ്ങനെ വിനോദത്തിന് വേണ്ടി പിന്നെ ഇവിടെ ഡിയർ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് ഈ വെള്ളം താഴുമ്പോൾ ചില തുരുത്തുകളിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ട് വളർത്തി അതുങ്ങളെയൊക്കെ ഇവരുടെ മക്കൾക്കുമൊക്കെ കാണാനും തലോടാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഡിയർ പാർക്ക്, ഈ എടപ്പാളയം കൊട്ടാരം, നാവിക്കയം തുരുത്ത്, അങ്ങനെയുള്ള തുരുത്തുകളിലൊക്കെ ഇവർ ഇടക്കാലങ്ങളിൽ പോയി ഇരിക്കുന്ന പതിവുണ്ട്. ഇപ്പം നാവിക്കയം തുരുത്തിൽ ഇപ്പോഴും ബ്രിട്ടീഷുകാർ കെട്ടിയ ഈ കാസ്റ്റൈൻ കൊണ്ട് നിർമ്മിച്ച ബെഞ്ചിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും വെള്ളം താഴുമ്പോൾ നാവിക്കയം തുരുത്തിൽ കാണാം. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ അവർ ടൂറിസം ആരംഭിച്ചു. അതിനുശേഷം അവർ ഈ വേട്ടയാടുന്ന കാര്യം വനത്തിൽ ഗെയിം സാങ്ച്വറിയും തുടങ്ങി. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി അവരാരംഭിച്ചു. അപ്പം സായിപ്പന്മാർ പോയി ഈ കാട്ടുപോത്തിനെയൊക്കെ വെടിവെക്കുന്നൊരു പ്രധാന സെൻറ്ററായി മാറി. അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെ ഉച്ചിയിൽ മണ്ടയിൽ ബെൽറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ സ്ഥലം മാറ്റിയിടും. 1932 ബെൽറ്റ് ഫോറസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. അവിടെ ചെന്നൈയിൽ നിന്ന് വരെയുള്ള ബ്രിട്ടീഷുകാർ വിനോദത്തിനും വേട്ടയാടാനും ഒക്കെ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത് ടൂറിസം നമ്മളല്ല ആരംഭിച്ചത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ചു. അവരതിനൊരു തുടക്കമിട്ടു. പിന്നീട് നമ്മളതൊരു ടൂറിസ്റ്റ് സെൻ്ററാക്കി വളർത്തിയെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ തേക്കടിയും സൃഷ്ടിച്ചു, മുല്ലപ്പെരിയാർ സൃഷ്ടിച്ചു, അവരുടെ ആളുകളുടെ പ്രശ്നം, അങ്ങനെ നമ്മളൊരു ലെവലിലേക്ക് എത്തി. അങ്ങനെ സ്വാതന്ത്ര്യം നേടുന്നു 47 സ്വാതന്ത്ര്യം. അപ്പോഴെന്തായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്? അപ്പം സംഭവിക്കേണ്ടിയിരുന്നത് ബ്രിട്ടീഷുകാരുമായിട്ടാണ് നമ്മുടെ കരാർ. അതെ, തമിഴ്നാടുമായിട്ടല്ല. 47 ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായി ഉണ്ടാക്കിയ എല്ലാ കരാറുകളും അവർ റദ്ദ് ചെയ്തു. അതായിരുന്നു അന്നത്തെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരുമായി എല്ലാ കരാറുകളും. അപ്പം തിരുവിതാംകൂർ വരും ബ്രിട്ടീഷുകാരുടെ കരാർ നിലവിലില്ല, നിന്നു. 47 മുതൽ 50 വരെ വർഷാവർഷം പുതുക്കുന്ന കരാറായിരുന്നു ഈ കരാറ്. നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ കരാറ് തിരുവിതാംകൂറും തമിഴ്നാടും തമ്മിൽ വർഷാവർഷം പുതുക്കുന്ന കരാറായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മറ്റേ ഇല്ലാത്ത കാരണം നമ്മൾ ഈ പുതുക്കുമ്പം എങ്ങനെയായിരുന്നു? പഴയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് 40,000 രൂപ പാട്ടം നമുക്ക് തരണമെന്ന വ്യവസ്ഥയിൽ പുതുക്കി കൊടുത്തു. തമിഴ്നാട്ടുകാർക്ക് ഈ പാട്ടം തരാൻ യാതൊരു മടിയുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് 50 ആ കരാറും അവസാനിച്ചു. 51 തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയി. കുടിവെള്ളം
ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം ഞങ്ങൾക്ക് കുടിവെള്ളമാണ് കിട്ടുന്നത്. ഈ കുടിവെള്ളത്തിൽ നിന്ന് മിച്ചം വരുന്ന വെള്ളം ഉപയോഗിച്ച് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് തരണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്തു. കേരളം അറിഞ്ഞു കാണത്തില്ല, കേരളം കേസ് നടത്തി കാണത്തില്ല. കേസ് നടത്തിയിട്ടില്ല. കാരണം കേരളം ഇല്ലെന്ന്. കേരളമില്ല. തിരുവിതാംകൂർ തിരുക്കൊച്ചിയാണ്. രാജാവിന് സ്ഥാനം പോയി എന്ന് മനസ്സിലായി. പിന്നെ ഒന്നിലും ഇടപെടാതെയായി. സ്വാതന്ത്ര്യം കഴിഞ്ഞ് രാജാവ് വിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത് കിട്ടി, ഈ അധികാരം കിട്ടിയതോടെ അവർ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അനന്തരാവകാശികളായി മാറി. അവർ പിന്നീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടണൽ വലുതാക്കി, ഫോർബേ ഡാം പണിതു. പിന്നെ തമിഴ്നാട്ടിൽ 140 4 പെൻസ്റ്റോക്ക് പൈപ്പ് ലൈനിട്ട് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. വൈഗൈ ഡാം പണിതു. അത്രയും നിർമ്മിതികൾ. നമുക്ക് ഈ വൈദ്യുതിയുടെ വിഹിതവും തന്നില്ല, ഒന്നും തന്നില്ല. നമുക്ക് അതിന് പാട്ടവും തന്നില്ല. അതിന് മറ്റേ 40,000 രൂപ തരും. അതെ, മറ്റേ 40,000 രൂപ ഇപ്പോഴും തരുന്നുണ്ട്. അത് കൂട്ടി സി അച്യുതമേനോൻ്റെ കാലത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ അപ്പോൾ തർക്കമൊന്നുമില്ല. നമുക്ക് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. തർക്കം എവിടെയാണ് ആരംഭിക്കുന്നത്? തർക്കം ആരംഭിക്കുന്നതെന്ന് പറയുന്നത് സത്യത്തിൽ മലയാളികൾ സത്യത്തിൽ അല്പം ഒന്ന് വേദനിച്ചത് 1970. അപ്പം ബ്രിട്ടീഷുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. 60കളിൽ അങ്ങോട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു ആശങ്ക ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അത് മുല്ലപ്പെരിയാർ ഡാമിന് ഡാമേജ് ഉണ്ടാക്കി എന്നുള്ളൊരു ആശങ്കയുണ്ട്. വെള്ളപ്പൊക്കത്തിൽ 60-ലെ വെള്ളപ്പൊക്കത്തിൽ, 43-ലെ വെള്ളപ്പൊക്കത്തിലും ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറഞ്ഞ മൂന്നാറൊക്കെ തകർന്ന വെള്ളപ്പൊക്കം ഇല്ലേ? ഉണ്ട്. ആ സമയത്ത് മുല്ലപ്പെരിയാറ് ഉണ്ടല്ലോ. മുല്ലപ്പെരിയാറുണ്ട്. എന്നിട്ട് അന്നും സംഭവിച്ചില്ല. 1924 ഈ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. അന്ന് ഡാം പണിതിട്ട് അധികം കൊല്ലങ്ങളായില്ല. വളരെ ബലവത്തായ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഡാമാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, അന്ന് 2-3 രീതിയിൽ വെള്ളം മാനേജ് ചെയ്ത് ഈ വെള്ളം വന്നത്. ഒന്ന് സ്പിൽവേ, 10 ഷട്ടറേ ഉള്ളൂ സായിപ്പ് പണിതത്. ആ 10 ഷട്ടറും തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഇടുക്കി ആലുവയിലേക്ക് വെള്ളം ചുമ്മാ, ഇടുക്കി ഡാം വന്നില്ലല്ലോ, വെള്ളം ചുമ്മാ ഒഴുക്കി വിട്ടു. ടണലിൽ കൂടി അനുസ്യൂതം വെള്ളം. അത് ഇടുക്കി ഡാമില്ല. അപ്പോൾ അത് ഫുൾ. അപ്പോൾ ആ ആലുവയൊക്കെ വെള്ളത്തിലായി കാണുന്നു. ആലുവയിലൊക്കെ വെള്ളത്തിലായിട്ട്. അങ്ങനെയാണ് ഈ പറയുന്നത്. ഈ 99-ലെ വെള്ളപ്പൊക്കത്തിൽ വെള്ളം ഭയങ്കരമായിട്ട് കൂടി ഒന്നാതാവാം. അതെ, അതാവാം. ആനയൊക്കെ ഒഴുകിപ്പോയി എന്നൊക്കെ പറയുന്നത് അതാവാം. അപ്പോൾ അന്നത് അവരത് മാനേജ് ചെയ്തു. എങ്കിലും മുല്ലപ്പെരിയാർ ഡാം കവിഞ്ഞൊഴുകി എന്നും കവിഞ്ഞൊഴുകിയില്ല എന്നും 2 പക്ഷമുണ്ട്. പക്ഷേ അന്ന് നമുക്കാർക്കും അവിടെ പോകാൻ പറ്റുകയില്ല. അവരുടെ എൻജിനീയർമാർ അവിടെ ഉണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. അവരുടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കാർക്കും അങ്ങോട്ട് പോകാനും ഒന്നും പറ്റില്ല. 60-ലെ വെള്ളപ്പൊക്കത്തിൽ പ്രത്യേകിച്ച് ഡാമേജ് ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് 1970 സി അച്യുതമേനോൻ ഈ കരാറ്, അതായത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള കരാറിൽ. അല്ല, അപ്പോൾ ഈ 50 മുതൽ 70 വരെ കരാറൊന്നുമില്ല. 50 മുതൽ കോടതി ഉത്തരവുണ്ടല്ലോ, അവർക്ക് അനുവദിച്ചു കൊടുത്തു. അപ്പം വെള്ളം എടുക്കാം. പാട്ടം പിന്നെ അവരൊരു മര്യാദയ്ക്ക് തരുന്നു. അക്കാര്യമൊന്നും അവർ പറഞ്ഞില്ല. ഞങ്ങൾ കരാർ ലംഘിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് ഒന്നും കോടതി പറഞ്ഞില്ല. കരാർ ലംഘിച്ചാൽ കരാർ ക്യാൻസൽ ചെയ്യാൻ നിയമമുണ്ട് രാജാവിൻ്റെ ഇതനുസരിച്ച്. പക്ഷേ ഇവർ പറഞ്ഞില്ല, നമ്മൾ കണ്ടസ്റ്റും ചെയ്തില്ല, നമ്മൾ അറിഞ്ഞുമില്ല. നമ്മളോട്ട് 50 മുതൽ 70 വരെ അവരിങ്ങനെ വെള്ളം ഉപയോഗിച്ച് കറണ്ട് ഉപയോഗിച്ച് കൊണ്ടിരുന്നു. അപ്പോൾ 57 മുതൽ 70 വരെയുള്ള എല്ലാ ഭരണാധികാരികളും ഉത്തരവാദികളാണ്. അതെ, 57 EMS അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തിലൊരു ജനകീയ ഗവൺമെൻറ് വന്ന് അവിടുത്തെ അസംബ്ലി തീരുമാനിക്കുന്ന ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ തങ്ങൾക്ക് വിഘാതമാകുമെന്ന് അവർക്ക് നല്ലതുപോലെ മനസ്സിലായി. അതവർക്കറിയാം. അവരത് മനസ്സിലാക്കി. കാരണം അസംബ്ലിക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. ഒന്നുകിൽ വൈദ്യുതി വേണേൽ ചോദിക്കാം, വെള്ളത്തിൻ്റെ കുറച്ച് അളവ് വേണേൽ ചോദിക്കാം, എന്ത് അവകാശവും കേരളത്തിന് വേണമെങ്കിൽ ചോദിക്കാം, കരാർ ക്യാൻസൽ ചെയ്യണമെന്ന് പറയാം, എന്തും പറയാനുള്ള അവകാശമുണ്ട്. അന്നു മുതൽ EMS അധികാരത്തിൽ വന്നേ അന്നു മുതൽ ഈ കരാർ പുതുക്കാൻ അവരെല്ലാ മുഖ്യമന്ത്രിമാരെയും സമീപിച്ചു. 70 അപ്പോൾ നമ്മൾ അനങ്ങാനേ പോയില്ല. ഇവരാരും അനങ്ങിയില്ല. EMS അനങ്ങിയില്ല, R ശങ്കർ അനങ്ങിയില്ല. അവർ ആ കാലത്തെ ഒരു ഭരണാധികാരിയും അനങ്ങിയില്ല. പക്ഷേ 70 ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടായി. അത് ഫലപ്രദമായിട്ട് തമിഴ്നാട് മുതലെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 70 സി അച്യുതമേനോൻ ആ കാലത്ത് LDF വിട്ട് UDF കയറിയ കാലമാണ്. അപ്പം അന്ന് ഇന്ദിരാഗാന്ധി 70കളൊക്കെ ആയപ്പോഴത്തേക്ക് ഇന്ത്യയിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി മാറി. അപ്പം ഇന്ദിരാഗാന്ധി പറഞ്ഞ അനുസരിക്കാത്ത ഒരു മുഖ്യമന്ത്രി അന്ന് ഇന്ത്യയിലില്ല. അപ്പോൾ പ്രത്യേകിച്ച്
കോൺഗ്രസിൻ്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. അന്ന് കെ കാമരാജ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവാണ്. ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം തലയെടുപ്പുള്ള തെക്കേ ഇന്ത്യയിലെ കാമരാജ് കോൺഗ്രസിൻ്റെ മുൻ AICC പ്രസിഡന്റുമാണ്. അദ്ദേഹം ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം മുല്ലപ്പെരിയാർ കരാർ പുതുക്കി നൽകണമെന്നുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ ഒരു ഫോൺ കോൾ ആയിരിക്കും, ഞാനത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോൺ കോൾ ആയിരിക്കും നിരുപാധികം മുല്ലപ്പെരിയാർ കരാർ പുതുക്കി നൽകാൻ ഇടയാക്കിയത് എന്ന് വേണം കരുതാൻ. മറ്റ് യാതൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളും നമ്മളവിടെ കാണുന്നില്ല. കാരണം ഈ കരാറ് പുതുക്കി നൽകാൻ, നിരുപാധികം പുതുക്കി നൽകാൻ, അതിൻ്റെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യവും സി അച്യുതമേനോനുള്ള നമ്മുടെ വിയോജിപ്പും, ഈ കരാറിൽ മലയാളികളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് 999 വർഷത്തെ കരാറെന്നാണല്ലോ. നമ്മളെല്ലാം 999 പറയുമ്പോൾ തന്നെ നമുക്ക് മലയാളികൾക്കെല്ലാം ദേഷ്യമാണ്. പക്ഷേ 999 അല്ല, 999 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്നുള്ളത് കേരളം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അതായത് ആ കരാർ എഴുതി 5 പേജേ ഉള്ളൂ, വളരെ ബുദ്ധിപരമായി ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ പാട്ടക്കരാറാണ്. കേരളം ഒരു കോടതിയിലും ജയിക്കില്ലാത്ത രീതിയിലുള്ള കോടതി ഭാഷയിൽ എഴുതി തയ്യാറാക്കിയ പാട്ടക്കരാറാണ്. പഴയത് ആ പഴയത് തന്നെയാണ് ഇന്നും ഉള്ളത്. ശരി, അല്ല 71 ഞാനത് പറയാം. ഒന്നും സംഭവിച്ചിട്ടില്ല പഴയ പാട്ടക്കരാറിന്. അതായത് ഈ കരാറിൻ്റെ ആദ്യത്തെ കരാർ 999 ആയിരുന്നു. അല്ല, ആദ്യത്തെ കരാറാണ് നമ്മളെ ചതിച്ചത്. ആ കരാർ തീരുന്നതിന് തൊട്ട് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്, ഇഫ് ദ ലീസി ഡിസൈഡ്സ് ടു റിന്യൂ ദ ലീസ് ഫോർ എ ഫർദർ പീരീഡ് ഓഫ് 999 years ദ ലീസ് മേ ബി റിന്യൂഡ്. രാജാവിനോടായതുകൊണ്ടാണ് മേ ബി റിന്യൂഡ് എന്ന് പറയുന്നത്. നമ്മളോടൊക്കെ ആണെങ്കിൽ ഷുഡ് ബി റിന്യൂഡ് എന്ന് എഴുതിയാണ് മേ ബി റിന്യൂഡ്. അതിനടിയിലാണ് വെമ്പക്കൻ രാമയ്യങ്കാർ രാജാവിൻ്റെ ആജ്ഞാനുസരണം ഒപ്പിട്ടിരിക്കുന്നത്. ഈ കരാറ് ഇതേപടി തന്നെ 70 സി അച്യുതമേനോൻ പുതുക്കി കൊടുത്തു. അവിടെ അതായത് ഈ പുതിയ കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രിൻസിപ്പൽ ഡീഡായി പരിഗണിച്ചുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുത്താതെ ഈ കരാർ പുതുക്കി നൽകുന്നു. അതിലാകെ ഒരു മാറ്റം വരുത്തിയത്, മുല്ലപ്പെരിയാർ ഡാമിൽ വളരുന്ന മീനെ പിടിക്കാൻ പോലുള്ള അവകാശം ബ്രിട്ടീഷുകാർ എടുത്തായിരുന്നു കരാർ പ്രകാരം. അത് നമുക്ക് തിരിച്ച് മേടിച്ചു തന്നു സി അച്യുതമേനോൻ. കരാറിൻ്റെ ലംഘനമാണെന്ന് വൈദ്യുതി ഉൽപ്പാദനം കരാറിൻ്റെ ലംഘനമാണെന്ന് പറഞ്ഞ് ജയിച്ചതാണ്. അത് കഴിഞ്ഞാണ് അവർ 4 പെൻസ്റ്റോക്ക് പൈപ്പ് ലൈനോട് ഇട്ട് വൈദ്യുതി ഉൽപ്പാദനത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒന്നും അല്ല, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചോളാൻ അങ്ങോട്ട് അനുവദിച്ചിരിക്കുന്നു ഈ പുതിയ കരാറിൽ. അപ്പോൾ അവരൊരു കരാർ ഉണ്ടാക്കി തന്നു, നമ്മൾ ഒപ്പിട്ടു. പണ്ട് 886 ബ്രിട്ടീഷുകാരൊരു കരാർ ഉണ്ടാക്കി തന്നു, നിർബന്ധിച്ച്. അവർക്ക് വേറെ നിവൃത്തിയില്ല. അതെ. 70 ഇതേ അവർ അവിടുന്ന് ഒരു കരാർ ഉണ്ടാക്കി കൊണ്ടുവന്നു. അല്ലെങ്കിൽ ആ കരാർ അതേപടി അംഗീകരിച്ചു കൊടുത്തു. മീൻ പിടിക്കാനുള്ള അവകാശം കിട്ടിയപ്പം 140 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശം അങ്ങോട്ട് വിട്ടുകൊടുത്തു. മീൻ പിടിക്കാൻ ഇങ്ങോട്ട് വന്നു, 140 മെഗാവാട്ട് അങ്ങോട്ടും കൊടുത്തു. അതിന് പൈസ നിശ്ചയിച്ചോ? 1 രൂപ പോലും ഇല്ല. പഴയ അതിൽ ഒരു മാറ്റം വരുത്തിയത്, അതായത് പഴയ 5 രൂപ പാട്ടം ഏക്കർ ഒന്നിന് 30 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 5 രൂപ 30 ആക്കി. അത് വർദ്ധിപ്പിച്ചു. 100 വർഷമായില്ലേ? 100 70 ആകുമ്പോൾ 100 ആയില്ല. ഏതാണ്ട് ഒരു 80 വർഷത്തോടൊക്കെ അടുക്കുന്നേ ഉള്ളൂ. 100 ആയില്ല. അതിനുശേഷം ഈ 30 രൂപയാക്കി. വൈദ്യുതിക്ക് അതിനൊരു യൂണിറ്റിന് 1 പൈസ എന്നൊക്കെയുള്ളൊരു ഏറ്റവും നെഗ്ലിജിബിൾ ഒരു എമൗണ്ടാണ് വെച്ചിരിക്കുന്നത്. എല്ലാം കൂടെ ഇന്ന് നമുക്ക് കിട്ടുന്നത് 10,40,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത് ഒരു വർഷം. ഇത് പുതുക്കാൻ ഞാൻ കേട്ടിരിക്കുന്നതിന് 10 വർഷം 20 കൊല്ലം കൊണ്ട് കഴിയുമ്പോൾ പുതുക്കാന്നുണ്ടോ? ഇത് 30 വർഷം കൂടുമ്പോൾ പുതുക്കണമെന്നായിരുന്നു ഈ കരാർ. 2000 കരാർ പുതുക്കണമല്ലോ. അത് 30 കൊല്ലം കൊണ്ട് മൊത്തം കരാർ പുതുക്കണം. പക്ഷേ എങ്കിലും ഈ 999 വർഷത്തിൽ വിട്ടുവീഴ്ചയില്ല ഒരു കാര്യത്തിന്. ആകെപ്പാടെ തുകയുടെ കാര്യത്തിൽ വേണമെങ്കിൽ സംസാരിക്കാം അത്രമാത്രം. 2000 കരാർ അവസാനിച്ചല്ലോ. ഈ 2026 വരെ നമ്മളൊരു വിവരാവകാശം വെച്ചാൽ കിട്ടും. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് പോലും അയച്ചിട്ടില്ല ഇന്ന് വരെ. ഞങ്ങൾ പുതുക്കി തരണോ. ഇനി മറ്റൊരു കാര്യവും കൂടി ഇക്കൂട്ടത്തിൽ ചേർത്ത് പറയാതിരിക്കാൻ വയ്യ. 1957
ഒന്നാം EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം വേറെ 8 ഡാം കൂടെ കെട്ടി കേരളം തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുന്നുണ്ട്. എല്ലാ ഡാമും EMS അധികാരത്തിൽ വന്നതിന് ശേഷം മാറി മാറി വന്ന മുഖ്യമന്ത്രിമാരറിഞ്ഞ് കെട്ടിക്കൊടുക്കുന്നതാണ്. ബാണാസുര സാഗർ, പഴശ്ശി, മാനന്തവാടി, പരുവാരപ്പള്ളം, തുണക്കടവ്, പറമ്പിക്കുളം, ശിരുവാണി, നെയ്യാർ, 8 ഡാം. എല്ലാത്തിൻ്റെയും നമ്മൾ പണത്തിന് വെള്ളം അവർക്ക് കൊടുക്കുക. വെള്ളം അവർക്ക്, വൈദ്യുതി അവർക്ക്, നിയന്ത്രണം അവർക്ക്, മെയിൻ്റനൻസ് അവർക്ക്. ആളിയാർ പറമ്പിക്കുളത്തിൽ നിന്ന് 180 മെഗാവാട്ട് വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല. ഒരു യൂണിറ്റ് വൈദ്യുതി. ഇതിൻ്റെ എല്ലാം ആളിയാർ പറമ്പിക്കുളം 69 തീർന്നു. 99 കരാർ പുതുക്കേണ്ടതാണ്. കരാർ പുതുക്കാൻ ഇന്ന് വരെ ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. ഇവിടെ ആരും നേരെ നിന്ന് പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ കരാർ പുതുക്കണമെന്നുള്ള കാര്യം. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇനിയിപ്പം ഈ ഇതങ്ങ് തുടരുകയെന്ന് കരുതുക. ഓക്കെ, ഞാൻ ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. 2 നദി കേരളത്തിൻ്റെ, പാമ്പാറും ഭവാനിയും. പാമ്പാർ നമ്മുടെ ഇടുക്കിയിൽ, ഭവാനി പാലക്കാട്. 2 നദി അങ്ങ് തമിഴ്നാട്ടിലേക്ക് ചുമ്മാ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു തടയണ, അതായത് അട്ടപ്പാടിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഒരു തടയണ കെട്ടാൻ TM ജേക്കബിൻ്റെ കാലം മുതൽ നമ്മൾ ശ്രമിക്കുന്ന ഇന്ന് വരെ ഒരു തടയണ കെട്ടാൻ നമ്മളെ അനുവദിച്ചിട്ടില്ല. നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ നാട്ടിലും. അതുപോലെ തന്നെ പാമ്പാറിൽ വട്ടവടയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഒരു തടയണ കെട്ടാൻ നമ്മൾ അനുമതി ചോദിച്ച് ഈ അടുത്ത കാലത്താണ് നമുക്കൊരു ഒരു തടയണ കെട്ടാൻ, ഒരു തടയണേ ഉള്ളൂ. പാമ്പാറിലെ വെള്ളം ഉപയോഗിച്ച് അമരാവതി പവർ ഹൗസിൽ അവർ 80 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് വൈദ്യുതി നമ്മൾ ചോദിച്ചിട്ടുമില്ല, 1 രൂപ പോലും നമുക്ക് കിട്ടുന്നു. രാജാവ് വെച്ച കരാറിൽ മാത്രമേ ശകലം പൈസ നമുക്ക് കിട്ടുന്നുള്ളൂ സത്യത്തിൽ. പിന്നൊരു കാര്യമുള്ളത്, ഇന്ത്യ ബംഗ്ലാദേശിന് വെള്ളം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും കൃഷ്ണാനദി, ആന്ധ്രയിലെ കൃഷ്ണാനദിയിൽ നിന്ന് മദ്രാസിലെ പൂണ്ടി റിസർവോയറിലേക്കാണ്. മദ്രാസ് നഗരത്തിലെ മുഴുവൻ കുടിവെള്ളവും എത്തുന്നത് ആന്ധ്രയിലെ കൃഷ്ണ നദിയിൽ നിന്നാണ്. NTRും MGRും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ്. ഇതിനൊന്നിനും പൈസയില്ല. അങ്ങനെ ഒരു കണക്കും പറയാറില്ല. കാർഗിൽ യുദ്ധത്തിൽ പോലും നമ്മൾ ഇപ്പം നമ്മൾ വെള്ളം, നമ്മുടെ പുൽവാമ ആക്രമണത്തിന് ശേഷം നമ്മൾ വെള്ളം തടസ്സപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്, തടസ്സപ്പെടുന്നുണ്ടായിരിക്കാം, അല്ല ഈയിടെ തുറന്നു വിട്ടു നാശങ്ങളുണ്ടായി എന്ന് പറയുന്നുണ്ട്. അതൊഴിച്ചാൽ ഇതുവരെ നമ്മൾ ഈ വെള്ളം അത് ഇൻ്റർനാഷണൽ കോടതിയിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ വെള്ളം തമിഴ്നാടിന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് മുഴുവൻ കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകളാണ്, അവരുടെ പിടിപ്പുകേടുകളാണ് ഈ കരാർ പുതുക്കാത്തത് എന്നും മുഴുവൻ വൈദ്യുതി നഷ്ടത്തിൻ്റെയും കാരണവും നമ്മുടെ ഗവൺമെൻറ്റാണ്. എവിടെയാണ് നമ്മുടെ ഗവൺമെൻറ് ഭയപ്പെടുന്നതെന്നുള്ള ഒരു കാര്യവും കൂടി ഞാൻ ചേർത്ത് വെച്ച് പറയണമെങ്കിൽ ഞാൻ പറയാം. എങ്ങനെയാണ് അതിൻ്റെ? തീർച്ചയായിട്ടും അത് പൊളിറ്റിക്കലാണ്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ കാര്യം പറയിച്ചതും രാഷ്ട്രീയമാണ്. അതിൽ യഥാർത്ഥത്തിൽ ഏതാണ്ടൊരു 30 നിയോജക മണ്ഡലത്തിലെങ്കിലും കേരളത്തിൽ തമിഴർക്ക് 5000 വോട്ട് എങ്കിലുമുള്ള ഒരു 30 നിയോജക മണ്ഡലം കേരളത്തിലുണ്ട്. മൂന്നാറിൽ 30 അല്ല 55 ഉണ്ട്. ദേവികുളം മാത്രമല്ല, തിരുവനന്തപുരം സൈഡിലെ പല പ്രദേശങ്ങളിലും വോട്ടുണ്ട്. നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി പോലും ഈ നമ്മുടെ കാഞ്ചിയാർ ആ മേഖലയിലോ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്ത് മേഖലയിലൊക്കെ തമിഴ് വോട്ടർമാർ ധാരാളമുണ്ട്. ഈ 5000 വോട്ടെന്ന് പറയും. ഇപ്പോൾ കോട്ടയത്ത് പോലും ഏതാണ്ട് ഒരു 5000 വോട്ടുണ്ട് കോട്ടയത്ത്. കാരണം റെഡ്ഡിയാർ സംഘമുണ്ട്, തമിഴ് സംഘമുണ്ട്, പിന്നെ അതുപോലെ തന്നെ പല സംഘങ്ങളുണ്ട്. ഇവരുടെ എല്ലാം വോട്ട് ബാങ്ക് ഒന്നാണ്. അവർ പല രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വിശ്വസിക്കുന്നവർ, വോട്ട് ചെയ്യുന്നവരോ. പക്ഷേ തമിഴിന് വെള്ളം കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടായാൽ അവർ തീർച്ചയായിട്ടും അതിനെതിരെ നിൽക്കുന്ന ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു ഭയം. ഇപ്പോഴാണല്ലോ ഈ 102ഉം 98ഉം ഒക്കെ കിട്ടിയത് ഈ ഇടയ്ക്കാണല്ലോ. ബാക്കി 80, 82, 85 അല്ലെ 75, 74 എന്നൊക്കെ പറഞ്ഞ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ. ഈ 30 നിയോജക മണ്ഡലങ്ങളെ നമ്മൾ പൊതുജനങ്ങളോട് പറയുന്നില്ലെങ്കിലും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഓരോ MLA സ്ഥാനാർത്ഥിക്കും അറിയാം എൻ്റെ നിയോജക മണ്ഡലത്തിൽ എത്ര തമിഴ് വോട്ടുണ്ട്,
അവരെ പിണക്കരുതെന്നുള്ളത് മാണി സാറിനൊക്കെ നല്ലതുപോലെ അറിയാമായിരുന്നു. എല്ലാ കാലവും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരെ ചേർത്ത് നിർത്തുന്നതിൻ്റെ കാര്യം. ഇപ്പം ആര്യാസ് ഹോട്ടലുകൾ എത്രയാണ് കേരളത്തിലുള്ളത്? പോത്തീസ് പോത്തീസ്. ഇപ്പോൾ എറണാകുളത്ത് എന്ന് കഴിഞ്ഞാൽ തമിഴ് കോളനി തന്നെയുണ്ട്. അവിടെയൊക്കെ വലിയ വോട്ട് ബാങ്കുണ്ട്. അപ്പം ആക്രി പെറുക്കുന്ന ആളുകൾ പോലും ഇവിടെ വന്ന് കടയിട്ടിട്ട് അവരിവിടെ വോട്ട് ഇവിടെ ഉണ്ടാക്കുക. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് തമിഴ്നാട്ടിൽ ഭൂമിയുണ്ടെന്നാണ് പണ്ട് ജയലളിത എന്തോ പറഞ്ഞു. സത്യമാണ്. 2011 ജയലളിത പറഞ്ഞു തമിഴ്നാട്ടിൽ ഭൂമിയുള്ളവരുടെ പേര് വിവരം പുറത്തു വിടുമെന്ന് പറഞ്ഞു. ഓക്കെ, ഈ തമിഴ്നാട്ടിൽ ഭൂമിയുള്ളവരുടെ പേര് വിവരം പുറത്ത് വിടുമെന്ന് പറഞ്ഞിട്ട് ജയലളിത പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ അതിനകത്തുള്ളൊരു കാര്യം നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുക, മുല്ലപ്പെരിയാറോ ഇവിടുന്ന് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലോ കേരളത്തിൽ പണം നൽകി 1 രൂപ പണം കൊടുത്ത് വെള്ളം മേടിക്കുക എന്ന ബുദ്ധിശൂന്യത തമിഴ്നാട്ടുകാർ കാണിക്കുകയല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. എന്താ കാരണം ഈ വെള്ളം 10 വർഷത്തെ കാലാവധിയല്ല, 100 വർഷത്തെ കാലാവധിയല്ല, 999 അല്ല, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പണം ആരെയാണ് പണം ഏൽപ്പിക്കുന്നത്? ആർക്കൊക്കെ പണം കൊടുക്കണം? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പണം ആരാ കൊടുക്കുന്നത്? ഞാൻ അതിൻ്റെ കണക്ക് പറയാം. ഈ പണമുണ്ടെന്ന് പറയുന്നതിൻ്റെ കാര്യം പറയാം. അതായത് 200 കോടി രൂപ തമിഴ്നാട്ടിൽ ഓഡിറ്റില്ലാത്ത ഫണ്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തന്നെ പറയാം. അതിൽ അക്കാര്യത്തിൽ ഒരു കാര്യമുള്ളത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണം കിട്ടിയ ആളുകളിൽ ഒരാൾ ഞാനാണെന്നാണ് പൊതുവേ നാട്ടിലൊരു ഞാനിതങ്ങ് പറയട്ടെ. അതായത് 200 കോടി രൂപ തമിഴ്നാട്ടിൽ ഓഡിറ്റില്ലാത്ത ഫണ്ടുണ്ട്. നമുക്ക് 2 ഫണ്ടേ ഇന്ത്യയിൽ ഓഡിറ്റില്ലാത്ത ഫണ്ടുള്ളൂ. ഒന്ന്, ഡിഫൻസിന് എക്യുപ്മെൻറ്റ് മേടിക്കുന്നത്. ഏറ്റവും നല്ല യുദ്ധോപകരണങ്ങൾ മേടിക്കണം, സൈന്യം. അതിന് ഓഡിറ്റോ ഒബ്ജക്ഷനോ ഒന്നുമില്ല. 2, ഇലക്ഷൻ. എന്ത് വന്നാലും 5 മണിക്കകം എല്ലാ ബൂത്തിലും എല്ലാ നിയോജകമണ്ഡലത്തിലും വോട്ട് കൃത്യമായിട്ട് നടന്നിരിക്കണം. അതിന് ഒരു ഇത് മെഷീൻ കേടായ അതുകൊണ്ട് 50 കിലോമീറ്റർ കാറ് വിളിച്ച് പോണേലും പൊക്കോണം. ഇലക്ഷൻ തടസ്സപ്പെടുത്തരുത്. അതിന് ഓഡിറ്റില്ല. ജില്ലാ കളക്ടർ കൊടുക്കുന്ന കണക്ക് അവിടെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് കണക്ക് കൊടുക്കും, ജില്ലാ കളക്ടറെ കണക്ക് അങ്ങ് അപ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. ഈ 2 ഫണ്ടേ ഉള്ളൂ. മൂന്നാമത് നമ്മൾ കേൾക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഫണ്ടുണ്ടെങ്കിൽ 200 കോടി രൂപ. അത് എന്തിനാണെന്നുള്ളത് നമ്മളൊന്നറിയണം. അതായത് ഈ 200 കോടി രൂപ തമിഴ്നാട്ടിൽ ഓഡിറ്റില്ലാതെ വെച്ചിരിക്കുന്നത് വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടിയാണ്. ഇപ്പോൾ കൃഷ്ണ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന ഭാഗത്തെ ഒരു കനാൽ ഇടിഞ്ഞു പോയി. നാളെയല്ല, ഇന്ന് ഇടിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പണി തുടങ്ങിക്കണമെന്നാണ് അതിൻ്റെ ചാർജുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉത്തരവാദിത്വം. അതിന് കട തുറന്നെടുക്കണേ, കമ്പിയും സിമെൻറ്റും ഒക്കെ പോയി മേടിച്ചോളണം. രാവിലെ 10 മണിക്ക് സ്റ്റേറ്റ് ബാങ്ക് തുറക്കുമ്പോൾ പോയി ഫണ്ട് എടുത്തോളണം. ചീഫ് എഞ്ചിനീയർ കാണണ്ട, എക്സിക്യൂട്ടീവ് അതിന് മേളിലുള്ള സൂപ്രണ്ടിങ് എഞ്ചിനീയർ കാണണ്ട, പ്രോജക്റ്റ് റിപ്പോർട്ട് വേണ്ട. പണി തുടങ്ങണം. 12 മണിക്കൂറിനുള്ളിൽ വെള്ളം പുനഃസ്ഥാപിച്ചിരിക്കണം. അപ്പോൾ ഈ ഫണ്ടിന് ഓഡിറ്റ് വെച്ച പല കാര്യങ്ങളും തടസ്സം വരും. അതുകൊണ്ട് യഥേഷ്ടം ഈ ഫണ്ട് തമിഴ്നാട്ടിലെ ചാർജുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഡ്രോ ചെയ്യാം. ഈ അക്കൗണ്ടിൽ നിന്ന് ഡ്രോ ചെയ്യാം. അതിന് യാതൊരു തടസ്സവും ഇല്ല. ഈ ഓഡിറ്റ് വെക്കാൻ പോയാലും ഇതിന് സാങ്കേതിക നൂലാമാലകൾ വരും. അതുകൊണ്ട് അതിന് ഓഡിറ്റും ഇല്ല. അതുകൊണ്ട് ഓഡിറ്റ് ചെയ്യും. ഇനി അതിലൊരു തമാശ ഉള്ളത്, എല്ലാവരുടെയും വിചാരം അപ്പോൾ കുറച്ച് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കുറച്ച് കോടികൾ കൊടുത്തു, പിന്നെ നമ്മുടെ ഇങ്ങനെ സമരമൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്കെല്ലാം വിളിച്ച് ഓരോ കോടി കൊടുത്തു. ഇതെല്ലാം എന്നെ പോലെ എല്ലാവർക്കും ഇങ്ങനെ ഓരോ കോടി കൊടുത്ത് 200 കോടി വാനിഷ് ആകുമെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ നമ്മൾ പറയുന്ന അതാത് വർഷം അങ്ങനെ തീർക്കും. പിന്നെ അടുത്ത മാർച്ചിലെ ബഡ്ജറ്റിൽ അടുത്ത 200 കോടി വരും. അതും ഇങ്ങനെ 12 മാസത്തിനുള്ളിൽ വിതരണം ചെയ്ത് തീർക്കുന്ന. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വർഷം 16 കോടിയേ ചിലവായുള്ളെങ്കിൽ, അല്ലെ 30 കോടിയേ ചിലവായുള്ളെങ്കിൽ, ബാക്കി 170 കോടി രൂപ അവരുടെ ഫണ്ടിലുണ്ട്. ഈ ഫണ്ടിലുണ്ട്, വാട്ടർ മാനേജ്മെൻറ്റ് ഫണ്ടിലുണ്ട്. അടുത്ത മാർച്ചിലെ ബഡ്ജറ്റിൽ ഈ 30 കോടി അഡീഷണലായിട്ട് അനുവദിക്കുന്നുള്ളൂ. അങ്ങനെ പക്ഷേ അവരുടെ ആ ഒരു ബുദ്ധി നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും 200 കോടി രൂപ വാട്ടർ മാനേജ്മെൻറ്റ്. കാരണം തമിഴൻ്റെ എക്കാലത്തെയും വലിയ ആവശ്യം വെള്ളമാണ്.
അത് തടസ്സപ്പെടാൻ പറ്റത്തില്ല. 1200 മില്ലിമീറ്റർ മഴയെ അവിടെ കിട്ടുന്നേ. നമുക്ക് 3200-നും 3800-നും ഇടയ്ക്ക് മില്ലിമീറ്റർ മഴ കിട്ടുന്ന സ്റ്റേറ്റാണ് നമ്മൾ. ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, ഇനി നമ്മൾ വെള്ളത്തിൻ്റെ വിലയുടെ കാര്യം പറഞ്ഞല്ലോ, 419 TMC, നമ്മൾ ഒരു 80 TMC താഴെ എല്ലാം കൂടെ കൊടുക്കുന്നുള്ളൂ. 419 TMC വെള്ളമാണ് കാവേരിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. അതിലൊരു 30 TMC നമ്മുടെ വയനാട്ടിലെ കബനി നദിയിൽ നിന്ന് അവരുടെ കൃഷ്ണരാജസാഗർ അണക്കെട്ടിലേക്ക്, അതായത് നമ്മുടെ വൃന്ദാവനിലെ അണക്കെട്ടിലേക്ക് ഒഴുകി എത്തുന്നത് കൊണ്ടാണ് 30 TMC. 419 TMC. കർണാടകയ്ക്ക് എത്രയാണെന്നോ 270 TMC ഉള്ളൂ. കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണലിന് വിധി, അത് സുപ്രീം കോടതി ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത വിധിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെ വെള്ളം കിട്ടുന്നൊരു സ്റ്റേറ്റാണ്. ഇപ്പോൾ വെള്ളം അവർക്ക് കിട്ടിയേ പറ്റൂ. അതിന് ഈ കർണാടകയ്ക്ക് എത്ര കൊടുക്കുന്നുണ്ട്? ഈ 200 കോടി തികയോ കർണാടകക്കാർക്ക് ഈ കണക്കിന് കൊടുക്കാനാണെങ്കിൽ? അത് നമ്മളൊന്ന് ആലോചിക്കണം. പക്ഷേ ഇത് മലയാളികളുടെ ഈ ഒരു സൈക്കോളജിയുടെ കാര്യവും ഞാൻ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഞാൻ അത് ഒരു സെക്കൻഡ് അതുകൂടെ ഒന്ന് പറയാം. വേറൊന്നുമല്ല, സുപ്രീം കോടതി ചെന്ന ഉടനെ കേരളം തോറ്റു തൊപ്പിയിട്ടു. കേരളത്തിന് പ്രയോജനമില്ല. 70 കരാർ പുതുക്കി കൊടുത്തു, ഒരു പ്രയോജനം ഉണ്ടായില്ല. 47 ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് കരാർ ക്യാൻസലായതാണ്. എന്നിട്ടത് നമ്മുടെ പേരിൽ മേടിച്ചെടുത്തില്ല. സുപ്രീം കോടതിയിൽ 51 തോറ്റു. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം ഒരു സാമാന്യ മലയാളി വിചാരിക്കും ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢതന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. അത് ആലോചിച്ച് വരുമ്പം പണം കൊടുത്ത് തന്നെയാണ് ഇത് മേടിച്ചെടുക്കുന്നതെന്നുള്ളൊരു ചിന്ത രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇങ്ങനെ തോക്കാൻ കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ് എന്ന് പറയാതിരിക്കാനും വയ്യ. ഒരു കാര്യം കൂടെ, ഈ നമുക്ക് വെള്ളത്തിനും ഇപ്പം അവർക്ക് നമ്മൾ പുതിയ ഡാം അനുവദിക്കത്തില്ല, ഇല്ല. അവർ കരാർ റദ്ദാക്കാൻ അനുവദിക്കത്തില്ല, ഇല്ല. നമ്മൾ അവർക്ക് വെള്ളം കൊടുത്തേ പറ്റൂ. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതെ. അപ്പം നമുക്ക് അതിലേക്ക് അടുത്ത ഘട്ടത്തിലെ ചർച്ചയിലേക്ക് നമുക്ക് അതിലേക്ക് വിശദമായിട്ട് പോകാം. അപ്പോൾ എൻ്റെ ചോദ്യം, നമുക്ക് അതൊക്കെ വിട്ടാൽ, നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ അവർ സമ്മതിക്കാത്ത വിഷയമൊക്കെ വിട്ട് നമുക്ക് സുരക്ഷ അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. ഈ കൊടുക്കുന്ന വെള്ളത്തിനും കൊടുക്കുന്ന കറണ്ടിനും ന്യായമായ വില കിട്ടണം എന്ന് ആവശ്യപ്പെട്ടാൽ സാധ്യതയില്ലേ? അതിൻ്റെ സാധ്യതയെന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പം എത്ര കൊടുക്കുന്നത്? 10 രൂപയോ? ഇപ്പം ഏക്കർ ഒന്നിന് 30 രൂപ. 30 രൂപ. ഒരു ഏക്കറിന് 30 അല്ലല്ലോ കിട്ടേണ്ടത്. അതിൽ നമ്മൾ ഈ കണക്ക് പറയുമ്പം ഏക്കറിന് പറയുന്നത് എന്താണ്? ഈ ഏക്കർ കൊടുത്തു എന്ന് പറയുന്നത് വനം നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ഫോറസ്റ്റിൻ്റെ കയ്യിലാണ്. മംഗളാദേവി പോകുമ്പോൾ നമ്മുടെ ഫോറസ്റ്റാണ് നമുക്ക് എക്സ്പോർട്ട് വരുന്നത്. വനം മുഴുവൻ നമ്മുടെ അതിർത്തിയിലാണ്. അതിലെ വെള്ളമാണ് കരാറ് കൊടുത്തിരിക്കുന്നത്. ഓൾ ദ വാട്ടേഴ്സ് ഓഫ് മുല്ലപ്പെരിയാർ ആൻഡ് ഇറ്റ്സ് കാച്ച്മെൻറ്റ് ബേസിൻ, ഈ 8000 ഏക്കർ അതാണ് അവർക്കുള്ളത്. കാച്ച്മെൻറ്റ് ബേസിൽ വെള്ളമാണ് അവർക്കില്ല, വനമൊന്നും അവർക്കില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇത് കൊടുക്കുമ്പം, അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, പാകിസ്ഥാൻ വെള്ളം കൊടുക്കുന്നതിന് വില മേടിക്കുന്നില്ല, ബംഗ്ലാദേശിന് വെള്ളം കൊടുക്കുന്നതിന് വില മേടിക്കുന്നില്ല, പിന്നെ ആന്ധ്രയിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് വരുന്ന കൃഷ്ണാനദിയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് വില മേടിക്കുന്നില്ല, 419 TMC കാവേരി. എങ്കിൽ ഒരു കാര്യമുള്ളത്, നമ്മളൊന്ന് കോടതിയെ സമീപിച്ച് നോക്കാം. നമുക്ക് സുപ്രീം കോടതിയെ നമ്മൾ അത്ര ശ്രമം നടത്തിയിട്ടില്ലല്ലോ. നമ്മൾ നടത്തിയിട്ടുമില്ല, നമ്മൾ ചോദിച്ചിട്ടുമില്ല. അത് എന്താണ്, നമ്മുടെ ഒരു സഹോദര സംസ്ഥാനം, അയൽ സംസ്ഥാനം, ഇന്ത്യയുടെ സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ ആണ് ആ ഒരു കൺസെപ്റ്റ് പോകുന്നത്. വാട്ടർ ഷെയറിങ്ങും മിക്കവാറും പഞ്ചാബിലേക്കുമൊക്കെ മറ്റു സ്റ്റേറ്റുകളിലേക്കുമൊക്കെ ഈ വാട്ടർ ഷെയറിംഗ് ഉണ്ട്. ഇതിന് പണം കണക്ക് പറഞ്ഞ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ വാങ്ങുന്നൊരു പതിവില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ EMS ഒന്നും കഴിവില്ലാത്ത മുഖ്യമന്ത്രിയൊന്നും ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. എങ്കിൽ ഈ നെയ്യാറൊക്കെ EMSൻ്റെ കാലത്താണ് കമ്മീഷൻ ചെയ്തത്. 2 TMC വെള്ളമേ ഉള്ളൂ കന്യാകുമാരി ജില്ലയിലേക്ക്. നമുക്ക് കുറച്ച് പൈസ അദ്ദേഹത്തിന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നല്ലോ. ഇത് ബ്രിട്ടീഷുകാരെന്താണെന്നറിയാമോ? അവരുടെ രാജ്യമല്ല തിരുവിതാംകൂർ. അപ്പോൾ തിരുവിതാംകൂറിനൊരു കോമ്പൻസേഷൻ കൊടുക്കണമെന്ന ഒരു ബ്രിട്ടീഷ് മര്യാദ കാണിച്ചതിൻ്റെ പേരിൽ ഒരു പൈസ വെച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴോ നമുക്ക് വൈദ്യുതി ഇല്ലല്ലോ. വെള്ളത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട്, നമ്മളത് പ്രിസർവ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമുള്ളൂ. വൈദ്യുതി നമുക്കില്ലല്ലോ. അപ്പോൾ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇപ്പോഴാണ് ഒരു 6-7 വർഷമായുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചൊരു കണക്ക് പറയുമ്പം വൈദ്യുതിയുടെ ഒരു ആവശ്യമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, ഇന്ന് കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി വരുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഇവിടെ പവർ കട്ടിൻ്റെ സമയം അരമണിക്കൂറൊക്കെ ആയിട്ട് ലിമിറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നത്. ഞാനൊരു വാദത്തിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ.
അപ്പോൾ ആ കൂടംകുളത്തുനിന്ന് വൈദ്യുതി നമുക്ക് കേരളത്തിലേക്ക് തരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പറയാതെ കൂടംകുളം കേന്ദ്രത്തിൻ്റെ സെൻട്രൽ പൂളിൽ നിന്നാണ് തരുന്നത്. സെൻട്രൽ പൂളിൽ നിന്നാണ് നമുക്ക് തരുന്നതൊക്കെ. വേണമെങ്കിൽ നമുക്ക് പൈസയും കൊടുത്താണല്ലോ മേടിക്കുന്നത്. യൂണിറ്റിന് ചെറിയ പൈസയും കൊടുക്കുന്നു. ചെറിയ പൈസയല്ല, അത്യാവശ്യം പൈസ കൊടുക്കുന്നു. എങ്കിലും ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് വീണ്ടും പുതിയ തർക്കങ്ങളിലേക്ക് പോകും, പുതിയ കേസുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ അവകാശം ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഈ 8 ഡാം കെട്ടിക്കൊടുത്തല്ലോ. ആളിയാർ പറമ്പിക്കുളം 69 തീർന്നു. 180 മെഗാവാട്ട് വൈദ്യുതി അവരവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. നമുക്ക് 1 യൂണിറ്റ് വൈദ്യുതി കിട്ടുന്നില്ല. അതെന്താണെന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടെന്നോ, ഇനി അവിടെയൊക്കെ ഒരു പക്ഷേ നമുക്ക് അന്നിരുന്ന മന്ത്രിമാർക്ക് പണം കൊടുത്തു എന്നൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അതല്ല അതിൻ്റെ കാര്യങ്ങൾ. വൈദ്യുതിയും വെള്ളവും തമിഴ്നാടിന് തന്നെ കൊടുക്കുക എന്നത് തന്നെയാണ്. അല്ലെ, വൈദ്യുതി അവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം എംപവേർഡ് കമ്മിറ്റി പറഞ്ഞല്ലോ, വൈദ്യുതി വേണേൽ കേരളത്തോട് ചോദിച്ചോളാൻ പറഞ്ഞിരുന്നു. അന്ന് എൻ കെ പ്രേമേന്ദ്രനാ മന്ത്രി. അദ്ദേഹവും ചോദിച്ചിട്ടില്ല. അദ്ദേഹം നമ്മൾ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ജനവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു എൻ കെ പ്രേമേന്ദ്രൻ. പ്രത്യേകിച്ചും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ വലിയ പോരാട്ടം. ഞങ്ങളന്ന് കരിങ്കുളം ചപ്പാത്തി സമരം നടത്തുന്ന കാലവുമാണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ അടുത്തറിയാം. വളരെ ആത്മാർത്ഥമായിട്ട് അന്ന് അദ്ദേഹം അക്കാര്യത്തിൽ ചെയ്തിരുന്നു. അന്നേരവും വൈദ്യുതിയുടെ, പ്രത്യേകിച്ച് അന്ന് VS ആണ് മുഖ്യമന്ത്രി. നമുക്ക് വൈദ്യുതിയുടെ കാര്യം ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹരീഷ് സാൽവെ സുപ്രീം കോടതിയിൽ തീർത്ത് വാദം നടത്തിയിട്ടും നമുക്ക് വൈദ്യുതിയുടെ കാര്യം പറഞ്ഞില്ല. കരാർ ക്യാൻസൽ ചെയ്യുന്നതാണ് ഹരീഷ് സാൽവെ അന്ന് പറഞ്ഞത്. അത്രയേ ഉള്ളൂ അതിൻ്റെ. അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് 1ാം എപ്പിസോഡ് പൂർത്തിയാവുകയാണ്. മുല്ലപ്പെരിയാറിൻ്റെ ചരിത്രം, കരാറിലേക്ക് വന്നത്, ഇതുവരെയുണ്ടായ പിടിപ്പുകേട്, ഇത്തരം എല്ലാ കഥകളും നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത വളരെ കൗതുകമുണർത്തുന്ന സംഭവങ്ങളാണ് കേട്ടത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മുല്ലപ്പെരിയാർ സമരത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെയും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മുടെ സുരക്ഷ, ഇതേക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യാം. നന്ദി.